ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2017 ജീവിക്കുന്ന പെങ്ങളെ, ആധുനിക യുഗത്തിലെ പെണ്ണേ, നിനക്ക് സ്വർഗത്തിൽ പോണോ? എത്രയോ ചാനൽ ചർച്ചകളിൽ കടന്നു വന്നിട്ട് ചാനൽ ചർച്ചയിലൂടെ നാവ് കൊണ്ട് വിഷം തീറ്റുന്ന വിശുദ്ധമായ ഖുർആൻ എനിക്കൊരു പുസ്തകം പോലെയാണെന്ന് പോലും പറഞ്ഞു പോയ തട്ടമിട്ട പെണ്ണിന്റെ ചാനൽ ചർച്ചയുടെ ഇടയിലുള്ള വിഷം തീറ്റുന്ന വാക്കുകൾ ഈ അടുത്തിടെയല്ലേ നമ്മൾ കേട്ടത്? ആർത്തവ രക്തം ഒഴുകുന്ന സമയത്ത് വിശുദ്ധമായ ഖുർആനിൽ ഇസ്ലാമിലെ പെണ്ണെ നീ സ്പർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആർത്തവ രക്തമുള്ള സമയത്തല്ല, ഏത് സമയത്തായിരുന്നാലും ശരി തന്നെ, ഖുർആനിനെ ഞാനൊരു പുസ്തകമായിട്ടല്ലാതെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പെണ്ണെ, നിനക്ക് പറഞ്ഞു തരട്ടെ, ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന പെണ്ണെ പറഞ്ഞു തരട്ടെ, പാളയം മുസ്ലിം ജമാഅത്തിനെ കുറിച്ചറിയുമല്ലോ. തിരുവനന്തപുരം ജില്ലയുടെ മാറിടത്തിലെ തലയെടുപ്പോടെ നിൽക്കുന്ന ഇസ്ലാമിക കേന്ദ്രമെന്ന് പറയുന്ന, കേരളത്തിലെ എല്ലാ പള്ളികളും തിരിഞ്ഞു നോക്കുന്ന, കേരളത്തിലെ മുസ്ലിമീങ്ങൾ പിരിഞ്ഞു നോക്കുന്ന പാളയം പള്ളിയുണ്ടല്ലോ, ആ പാളയം പള്ളിയുടെ ഖബർസ്ഥാനിൽ ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നുണ്ട്. 2017 വിശുദ്ധമായ ഖുർആൻ നിനക്കൊരു പുസ്തകം പോലെയാണെന്ന് പറഞ്ഞ പെണ്ണെ, നീ ആ പാളയം പള്ളിയുടെ പിരിമുറ്റത്ത് ചെന്നിട്ട് നോക്കിയാൽ ആ പാളയം പള്ളിയുടെ പരിശുദ്ധമായ ഖബർസ്ഥാനിൽ ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നുണ്ട്. മാധവിക്കുട്ടി എന്ന് ലോകം തിരിച്ചറിഞ്ഞിരുന്ന, എല്ലാ നോവലുകൾക്കും വല്ലാതെ അവാർഡ് വാങ്ങിച്ചു വെച്ച മാധവിക്കുട്ടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അവസാനം അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചപ്പോ, അല്ലാഹു ആണ് ഏകനെന്ന് പഠിച്ചപ്പോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് കമലാ സുറയ്യ എന്ന പേര് സ്വീകരിച്ച മാധവിക്കുട്ടിയെ പെണ്ണെ, നിനക്കറിയോ ആ മാധവിക്കുട്ടി ഖുർആനിനെ കുറിച്ച് പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ ونجني من فرعون وعمله ونجني من القوم الظالمين. ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായ ഫിർഔൻ, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവമെന്ന് വാദിച്ചിരുന്ന ഫിർഔൻ, അല്ലാഹുവിനെ ധിക്കരിച്ച ഫിർഔൻ, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ മാനിക്കാതെ ദുനിയാവിന്റെ വെറുകയിൽ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായി ജീവിച്ചു പോയ ഫിർഔൻ, ആ ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീബിയുടെ അവസ്ഥ എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുകയാ, ഇത് ഖാലത്ത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ. 2017 വെണ്ണലയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ആധുനിക യുഗത്തിലെ പെണ്ണെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദുനിയാവിന്റെ നെറുകയിൽ ജീവിച്ചു പോയ മഹദിയായ ആസിയ ബീബിയുടെ സംഭവം നിനക്ക് പറഞ്ഞു തരികയാ. ഫിർഔനിന്റെ കൊടിയ മർദ്ദനങ്ങൾക്ക് മുമ്പിൽ, ഫിർഔനിന്റെ കൊടിയ പീഡനങ്ങൾക്ക് മുമ്പിൽ സഹിച്ചു നിന്നിട്ട് പടച്ചവനെ, ഈ ഫിർഔനിന്റെ കൊടിയ മർദ്ദനങ്ങൾ ഞാൻ സഹിക്കുന്നത് എന്തിനെന്നറിയോ? ഈ ഫിർഔനിന്റെ കൊടിയ പീഡനങ്ങൾ ഞാൻ സഹിക്കുന്നത് എന്തിനെന്നറിയോ? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ, നീ എനിക്ക് നാളെ സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരണേ അല്ലാ. ചലിക്കുന്ന സൂര്യഗോളം മാറിടും, കത്തി ജ്വലിച്ചിടുന്ന റൗള മുന്നിൽ മങ്ങിടും. ചലിക്കുന്ന സൂര്യഗോളം മാറിടും, കത്തി ജ്വലിച്ചിടുന്ന റൗള മുന്നിൽ മങ്ങിടും.
ഏഴുവാനം ഭൂമിയും തിളങ്ങിടും റൗളയേതു സൂര്യൻ മുന്നിലോ വിളങ്ങിടും ഏഴുവാനം ഭൂമിയും തിളങ്ങിടും റൗളയേതു സൂര്യൻ മുന്നിലോ വിളങ്ങിടും ഉള്ളിലെങ്ങും ശോഭതിങ്ങും മണിയറ എൻ്റെ സ്നേഹമാം മദീനത്തുൽ മുനവ്വറ മുത്തിന് റൗള നന്മയുടെ കലവറ എൻ്റെ ഖൽബിലേകി സാന്ത്വനം ഖൈറൽ വറ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശുദ്ധമായ സംഗമത്തെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ അല്ലാഹു അവന്റെ മഗ്ഫിറത്തിന്റെ വിശാലത കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ പരിശുദ്ധവും പരിപാവനവുമായ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരണവേദന മറന്നു മരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ, യഥാർത്ഥ മുഖ്ലിസീങ്ങളിൽ, യഥാർത്ഥ മുത്തഖീങ്ങളിൽ പാപികളായ നാം ഓരോരുത്തരെയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറന്നു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മളേറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നവർ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ കൂട്ടുകാരന്മാർ, വിശിഷ്യ നമ്മുടെയൊക്കെ പള്ളിയുടെ പരിസരത്ത് നമ്മുടെ ദുആയ്ക്ക് വേണ്ടി, നമ്മുടെ ആമീനിന് വേണ്ടി, നമ്മുടെ സ്വതക്കയ്ക്ക് വേണ്ടി കൊതിച്ചുകൊണ്ട് ഖബറിനകത്ത് കഴിയുന്ന ഖബറാളികൾ, അല്ലാഹു അവരുടെ എല്ലാം ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ മുഴുവനും പടച്ച റബ്ബ് മാറ്റി മേലിലെങ്കിലും സന്തോഷമുള്ള ഒരു ജീവിതം നാം ഓരോരുത്തർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സ്ത്രീ ഇസ്ലാമിലും ആധുനിക യുഗത്തിലും, അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്ന് വല്ലാതെ പരതിക്കൊണ്ട്, വല്ലാതെ ബുദ്ധിമുട്ടുകൊണ്ട് ഈ സുന്ദരമായ വിഷയത്തിലേക്ക് ഈ വിനീതൻ കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും പടച്ചവൻ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ സ്ത്രീക്ക് കൊടുത്തതുപോലെ, സ്ത്രീക്ക് കൊടുത്ത പദവി പോലെ ഒരാൾക്കും അല്ലാഹു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് പദവി കൊടുത്തിട്ടില്ല. അത് നമ്മൾ ഈ വെണ്ണലയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ആദ്യം അത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് തന്നതുപോലത്തെ ഒരു പദവി ഈ ഇസ്ലാമിലെ ആണുങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല എന്ന ബോധ്യം നിങ്ങളുടെ മനസ്സിനകത്ത് എപ്പോഴും കടന്നു വരേണ്ടതുണ്ട്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരെ പടച്ച റബ്ബ് പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. നാളെ അവരോടൊപ്പം സ്വർഗത്തിനകത്ത് ഒരുമിച്ച് കൂടുവാൻ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, സ്ത്രീ ഇസ്ലാമിലും ആധുനിക യുഗത്തിലും എന്ന വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയുടെ പരിസരത്ത് സ്വഹാബത്തിന്റെ ഒരു സുപ്രധാന യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യോഗത്തിലേക്ക് നമുക്കൊരു എത്തിനോട്ടം നോക്കേണ്ടി വരും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ ഒരു സുപ്രധാന യോഗം മദീന പള്ളിയുടെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട, പ്രധാനപ്പെട്ട പ്രമേയം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കലാണ്. പ്രവാചകന്റെ നോട്ടം എന്താണ്,
പ്രവാചകന്റെ ചിന്ത എന്താണ്, പ്രവാചകന്റെ സംസാരം എന്താണ്, പ്രവാചകന്റെ കേൾവി എന്താണ്, പ്രവാചകന്റെ പിടുത്തം എന്താണ്, പ്രവാചകന്റെ നടത്തം എന്താണ്, പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും എന്തായിരുന്നു എന്ന് പഠിക്കലായിരുന്നു സ്വഹാബത്തിന്റെ ആ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട. അങ്ങനെ യോഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ യോഗത്തിൽ നിന്നൊരു സ്വഹാബി ചാടിയെഴുന്നേറ്റു സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, നമ്മൾ പ്രവാചകനെ കുറിച്ച് പഠിക്കണമെന്ന ചിന്തയോടെ ഈ മദീന പള്ളിയുടെ പരിസരത്ത് ഈ യോഗം നടത്തുമ്പോ നമ്മളൊന്ന് ചിന്തിക്കണം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ദുനിയാവിൽ നമുക്ക് പറഞ്ഞു തരാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരുണ്ട്? പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും ഒന്നും വിട്ടുപോകാതെ നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിത്തരാൻ ഇന്ന് ദുനിയാവിന്റെ നെറുകയിൽ ജീവിച്ചിരിക്കുന്ന ആരെ കൊണ്ട് കഴിയും? ആ സ്വഹാബി ഇരുന്ന ഉടനെ മറ്റൊരു സ്വഹാബി ചാടി എഴുന്നേറ്റു. സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇന്ന് നമ്മളോട് ഒന്നും വിട്ടുപോകാതെ, പ്രവാചകന്റെ ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും വിട്ടുപോകാതെ നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിത്തരാൻ ഇന്ന് ദുനിയാവിന്റെ നെറുകയിൽ ഒരാളെ കൊണ്ട് മാത്രമേ കഴിയൂ. സ്വഹാബത്ത് ഒന്നടങ്കം ആ സ്വഹാബിയോട് ചോദിച്ചു, അതാരാണ്? അള്ളാന്റെ ഹബീബിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ ഇന്ന് ദുനിയാവിന്റെ നെറുകയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് വ്യക്തിക്കാണ് കഴിയുന്നത്? അതാരാണ്? ആ സമയത്ത് ആ പ്രിയപ്പെട്ട സ്വഹാബി സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, അല്ലാഹു തരുകയാ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തന്ന മക്കൾ, നീ ഞങ്ങൾക്ക് തന്ന മക്കൾ, ആ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. എറണാകുളം ജില്ലയുടെ പരിസരത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പല്ലേ നമ്മൾ പത്രത്തിലൂടെ കണ്ടത് 12 വയസ്സുള്ള പ്രിയപ്പെട്ട മകൾ, ആ 12 വയസ്സുള്ളവന് 17 വയസ്സുള്ള പെണ്ണിലൂടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു പിതാവായ സംഭവം നമ്മൾ വായിച്ചതല്ലേ? തീർന്നില്ലല്ലോ. പത്തനംതിട്ടയുടെ പരിസരത്ത് ജീവിച്ചു പോയ പ്രിയപ്പെട്ട പൊന്നുമകന്, ആ പൊന്നുമകന് വെറും 10 വയസ്സ് മാത്രമേ ഉള്ളൂ. അവന് 17 വയസ്സുള്ള പെണ്ണിലൂടെ പിതാവായി ഗിന്നസ് ബുക്കിൽ കയറിയിട്ട് ലോക റെക്കോർഡ് നേടിയത് നമ്മൾ ഈ അടുത്തിടെയല്ലേ വായിച്ചത്? ലോകത്തിന്റെ പോക്കെങ്ങോട്ടാ? വല്ലാതെ അധപ്പതനത്തിന്റെ ഭാവതലങ്ങളിലേക്ക് ലോകം കൂപ്പുകുത്തുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മക്കയുടെ മണൽപ്പരകളെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രകാശമായി ഇറങ്ങിയ ഖുർആൻ പറഞ്ഞു തരികയാ, നീ പടച്ചവനോട് ചോദിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? വദുരിയാപിനാ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തന്ന മക്കൾ, അവരെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നീ പടച്ചവനോട് ദുആ ചെയ്യാൻ തുടങ്ങിയാൽ 2 കാര്യം ചോദിക്കാതെ നിന്റെ ദുആ അവസാനിപ്പിച്ചു പോകരുത്. 2 കാര്യം ചോദിക്കാതെ. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ചിന്തിക്കണം, ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ എന്ന്. എല്ലായെങ്കിൽ ഇന്നത്തെ പാതിരാത്രി മുതൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നിയ്യത്ത് ചെയ്യണം, അല്ലാഹുവേ, ഇനി എപ്പോഴും ദുആ ചെയ്താലും ഈ 2 കാര്യം ചോദിക്കാതെ ഞാൻ ദുആ അവസാനിപ്പിക്കില്ല. ഇത് 2ഉം നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ആവശ്യമാണ്. ഒന്ന്, നിന്റെ ഭാര്യയെക്കുറിച്ച് നീ ചോദിക്കണം. ഒന്ന്, നിന്റെ ഭർത്താവിനെ കുറിച്ച് പടച്ചവനോട് നീ ചോദിക്കണം. 2, നിന്റെ മക്കളെ കുറിച്ച് ചോദിക്കണം. മക്കളുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മുടെ കഴിവ് കൊണ്ട് ഒരിക്കലും നമുക്ക് മക്കളുണ്ടാവില്ലല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഖുർആൻ മക്കളുടെ കാര്യം പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് പെണ്ണിനെ കുറിച്ച്. അല്ലാഹു മക്കളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ ആദ്യമായി പറഞ്ഞു തന്നത് പെൺമക്കളെ കുറിച്ചാണ്. നമ്മുടെ കഴിവ് കൊണ്ടല്ലല്ലോ നമുക്ക് മക്കളുണ്ടായത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കഴിവ് കൊണ്ടല്ലല്ലോ നമുക്ക് മക്കളുണ്ടായത്.
അങ്ങനെ മനുഷ്യന്റെ കഴിവ് കൊണ്ട് മനുഷ്യന് മക്കളുണ്ടാകുമായിരുന്നെങ്കിൽ ഒരു പ്രഭാഷണ വേദിയിലും ഇതുപോലത്തെ ദുആ വസിയത്ത് കടന്നു വരൂല. ഒരു വെള്ളിയാഴ്ച ജുമാ ദിവസത്തിലും ഇതുപോലത്തെ ദുആ വസിയത്ത് കടന്നു വരൂല. ഉസ്താദേ, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഉസ്താദ്, ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എന്റെ പടച്ചറപ്പിനെക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച പത്തനംതിട്ട ജില്ലയിൽ പ്രഭാഷണത്തിന് കടന്നു പോകുമ്പോ മഗ്‌രിബിന്റെ സമയത്ത് മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി ഒരു പള്ളിയിലേക്ക് ഇറങ്ങുമ്പോ ആ പള്ളിയിലെ പ്രിയപ്പെട്ട ഇമാം ഓടി വന്നിട്ട് ഈ വിനീതന്റെ കൈപിടിച്ചിട്ട് പറഞ്ഞതെന്തെന്നറിയോ? ഉസ്താദേ, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. കണ്ണീരോടെ വിഷമത്തോടെ ഒരു ഉസ്താദ് ഈ വിനീതന്റെ മുമ്പിൽ നിൽക്കുമ്പോ മനസ്സിനകത്ത് വല്ലാത്ത സങ്കടം വന്നു പോയി. ആ പ്രിയപ്പെട്ട സഹോദരന്റെ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, എന്തിനാ വിഷമിക്കുന്നത്, എന്തിനാ, എന്തിനാ സങ്കടപ്പെടുന്നത്, എന്തിനാ? എന്തെങ്കിലും കടമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, വിഷമമുണ്ടോ? അതിന് നമുക്ക് പരിഹാരം കാണാ. ആ സമയത്ത് ആ പ്രിയപ്പെട്ട പണ്ഡിതൻ ഈ വിനീതന്റെ കൈപിടിച്ചിട്ട് പറയുകയാ, ഉസ്താദേ, ജീവിതത്തിൽ കടമൊന്നുമില്ല, വിഷമമില്ല, സങ്കടമില്ല. എന്നാൽ എൻ്റെ മനസ്സിനകത്ത് വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു വിഷമം എന്തെന്നറിയോ? എൻ്റെ വീടിൻ്റെ ചാരത്തുള്ള പ്രിയപ്പെട്ട പെൺമക്കളെ കാണുമ്പോ, പ്രിയപ്പെട്ട പിഞ്ചു മക്കളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോ അറിയാതെ എൻ്റെ കണ്ണിലൂടെ കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകുകയാ. ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്, എന്തിനാ? ആ സമയത്ത് ആ പ്രിയപ്പെട്ട പണ്ഡിതൻ എന്നോട് പറഞ്ഞതെന്തെന്നറിയോ? ഉസ്താദേ, പ്രിയപ്പെട്ട മക്കളെ കാണുമ്പോ എൻ്റെ മനസ്സിനകത്ത് കടന്നു വരുന്ന വിഷമം എന്തെന്നറിയോ? അല്ലാഹുവേ, കയ്യിലെടുത്ത് വെച്ചിട്ടൊന്ന് താരാട്ട് പാടാ ഒരു പൊന്നുമോനെ തന്നില്ലല്ലോ അല്ലാ. കയ്യിലെടുത്ത് വെച്ചിട്ട് കവിൾത്തടത്തിലൊരു ചുടുചുംബനം കൊടുക്കാ ഒന്ന് പൊന്നുമോളെ തന്നില്ലല്ലോ പടച്ചവനെ. അതുകൊണ്ട് ഉസ്താദേ, നിങ്ങൾ ദുആ ചെയ്യണേ. നിങ്ങൾ പ്രഭാഷണ വേദികളിൽ പോകുന്നവരല്ലേ? ആ പ്രഭാഷണ വേദിയിൽ ഒരുമിച്ച് കൂടുന്ന ഏതെങ്കിലും ഒരു മുഖ്ലിസിന്റെ ആമീൻ എന്റെ പടച്ചറബ് സ്വീകരിച്ച എന്റെ മനസ്സിന്റെ വിഷമം മാറുമല്ലോ, എന്റെ മനസ്സിന്റെ സങ്കടം മാറുമല്ലോ. അല്ലാഹുവേ, ഈ പാതിരാത്രയിൽ വെണ്ണലയുടെ പരിസരത്തിരുന്നിട്ട് ഞങ്ങൾ ദുആ ചെയ്യുന്നു അല്ലാ, ഞങ്ങൾ ആമീൻ പറയുന്നു അല്ലാ. അല്ലാഹുവേ, പത്തനംതിട്ട ജില്ലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ട ഉസ്താദിന് എത്രയും പെട്ടെന്ന് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇൽമിന്റെ മജ്ലിസിൽ ആരെങ്കിലും മക്കളില്ലാതെ വിഷമിക്കുന്നെങ്കിൽ, മക്കളില്ലാതെ സങ്കടപ്പെടുന്നെങ്കിൽ, പടച്ചവനെ, ഇവിടെ വന്നിരുന്നതിന്റെ ഹക്ക് കൊണ്ട് എത്രയും പെട്ടെന്ന് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കഴിവ് കൊണ്ടല്ല നമുക്ക് മക്കളുണ്ടായേ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു തരട്ടെ, യഹബു ലിമൻ യശാഉ ഇനാസാ. ചില ആൾക്കാർക്ക് ഞാൻ പെൺമക്കളെ സമ്മാനമായി കൊടുക്കുന്നതാ. ചില ആൾക്കാർക്ക് ഞാൻ ആൺമക്കളെ സമ്മാനമായി കൊടുക്കുന്നതാ. ചില ആൾക്കാരെ ഞാൻ പ്രസവിക്കാത്തവരാക്കുന്നതാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മക്കളുടെ കാര്യം പറഞ്ഞപ്പോ അല്ലാഹു ആദ്യം പറഞ്ഞത് പെണ്ണിനെ കുറിച്ച്. ചില ആൾക്കാർക്ക് ഞാൻ പെൺമക്കളെ സമ്മാനമായിട്ട് കൊടുക്കും. ആദ്യം പെൺകുട്ടിയെ കുറിച്ചാണ് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് ഞാൻ ആൺമക്കളെ കൊടുക്കും. രണ്ടാമത് ആണിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞുള്ളൂ. മക്കളുടെ കാര്യം പറഞ്ഞപ്പോ പോലും അല്ലാഹു ആദ്യം മുന്തിച്ചത് വെണ്ണലയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ പെങ്ങളെ നിന്നെ കുറിച്ചായിരുന്നു. നിനക്ക് അല്ലാഹു തന്ന പദവി തീർന്നില്ലല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ
മക്കാ പെൺകുട്ടികൾ ജനിച്ചാൽ പെണ്ണാടം നിറഞ്ഞാൽ ജീവനോടെ കുടിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തിറങ്ങുകയാ. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽഉൻസാ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാ, നിങ്ങൾക്ക് പെൺമക്കള് ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിച്ചാൽ. അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, നിങ്ങൾക്കൊരു പെൺകുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിച്ചാൽ. മക്കളുടെ കാര്യം പറഞ്ഞപ്പോ മക്കള് ജനിച്ചാൽ, പെണ്ണ് ജനിച്ചാലേ സന്തോഷമുള്ളൂ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, ഒരു പെൺകുട്ടി നിനക്ക് ജനിച്ചു എന്ന സന്തോഷ വാർത്ത നിന്നോട് അറിയിക്കപ്പെട്ടാൽ, സന്തോഷമെന്ന് അല്ലാഹു പറഞ്ഞത് പെണ്ണിനെ കുറിച്ച്. അതുകൊണ്ട് മനുഷ്യ, നിന്റെ കഴിവുകൊണ്ടല്ല നിനക്ക് മക്കളുണ്ടായി, അല്ലാഹു തന്നതാണ്. അല്ലാഹു നമുക്ക് തന്ന മക്കളെ സ്വാലിഹീങ്ങളായി വളർത്താൻ നാളെ സ്വർഗ്ഗത്തിനും കിട്ടുവാനുള്ള ഭാഗ്യം നാം ഓരോരുത്തർക്കും പടച്ചവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കൊരു പരി വന്നാൽ, നമ്മുടെ മക്കൾക്കൊരു സങ്കടം വന്നാൽ, നമ്മുടെ മക്കൾക്കൊരു ജലദോഷം വന്നാൽ, പിന്നെ എത്രയോ പാതിരാത്രിയിൽ നമ്മൾ ഉറക്കമൊഴിക്കും. പറഞ്ഞു തരട്ടെ, തിരുവനന്തപുരം ജില്ലയുടെ വെഞ്ഞാറമൂടിന്റെ പരിസരത്ത് ഈ അടുത്തിടെ നടന്നുപോയ ഒരു അപകടത്തെ കുറിച്ച് ഈ വിനീതന് പറഞ്ഞു തരട്ടെ. 10 വയസ്സുള്ള പൊന്നുമോൻ, ആ 10 വയസ്സുള്ള പൊന്നുമോനെ മദ്രസയിലേക്ക് മാതാവ് കൊണ്ടുപോകുകയാ. സ്കൂട്ടറിന്റെ മുൻഭാഗത്തിരുത്തിയിട്ട് പൊന്നുമോനെ കൊണ്ടുപോകുകയാ. അല്ലാഹുവേ, മദ്രസയുടെ പരിസരത്തേക്ക് കടന്നു വരുന്ന സമയത്ത് രാവിലെ പട്ടാപ്പകൽ എവിടെമെന്നോ ചീറിപ്പാഞ്ഞ് വന്ന ഒരു ലോറിയതാ ആ സ്കൂട്ടറിന്റെ പിറകു ഭാഗത്ത് വന്നെടുക്കുകയാ. അല്ലാഹുവേ, മുൻഭാഗത്തിരുന്ന 7 വയസ്സുള്ള പൊന്നുമോന് റോഡിന്റെ മധ്യഭാഗത്ത് വീഴുകയാ. മാതാവ് ബൈക്കിൽ നിന്ന് ചെറുപ്പ റോഡിന്റെ മറുഭാഗത്തേക്ക് ചെന്ന് വീഴുകയാ. അല്ലാഹുവേ, ചീറിപ്പാഞ്ഞ് വന്ന ലോറിയതാ പൊന്നുമോന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങുകയാ. മാതാവ് ഓടി വന്നിട്ട് പൊന്നുമോനെ വാരിയെടുത്ത് മടിയിലേക്ക് വെക്കുമ്പോ ആ മാതാവിന്റെ മുഖത്ത് നോക്കിയ പൊന്നുമോ അവസാനം പറഞ്ഞ വാക്കെന്തെന്നറിയോ? വെണ്ണലയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ഉമ്മ, നിനക്കും മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് ഒരു പനി വന്ന, ആ മക്കൾക്കൊരു ജലദോഷം വന്ന, പിന്നെ എത്രയോ പാതിരാത്രിൽ നീ ഉറക്കമഴിക്കുന്നവളാ. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കളെ നീ അപകടങ്ങളെപ്പെട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് രോഗങ്ങൾ തന്നിട്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, 7 വയസ്സുള്ള പൊന്നുമോന്റെ ശരീരമെടുത്ത് മടിയിലേക്ക് വെക്കുമ്പോ ആ പൊന്നുമോൻ മാതാവിന്റെ മടിയിൽ കിടന്നിട്ട് അവസാനം പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഉമ്മാ, എന്റെ ശരീരം വേദനിക്കുന്നു ഉമ്മ, എനിക്ക് വെള്ളം ദാഹിക്കുന്നു ഉമ്മ, ഒരു ഗ്ലാസ് വെള്ളം തരോ ഉമ്മ, ഒരു ഗ്ലാസ് വെള്ളം തരോ എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറന്നു പോയ പൊന്നുമോന്റെ കഥ ഈ അടുത്തിടെ നമ്മൾ കേട്ടവരാണെങ്കിൽ അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാത്തോളണേ അല്ലാ. അതുകൊണ്ട് പടച്ചവനോട് എപ്പോഴും ദുആ ചെയ്താലും നിന്റെ നാവിലൂടെ കടന്നു വരേണ്ട രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നാളെ നീ സ്വർഗ്ഗത്തിന്റെ മക്കളാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ എപ്പോഴും ദുആ ചെയ്താലും നിന്റെ കുടുംബത്തെ കുറിച്ച് അല്ലാഹുവിനോട് ചോദിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ നിധി കൂമ്പാരം കരസ്ഥമാക്കിയവനാരാ? ഏറ്റവും വലിയ നിധി കൂമ്പാരം കരസ്ഥമാക്കിയവനാരാ? വെണ്ണലയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയാ നമ്മളെ നോക്കിയിട്ട് ആരെങ്കിലും ഈ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? ഈ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ കോടീശ്വരനെ നോക്കിയിട്ട് നമ്മൾ പറയും അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിധി കൂമ്പാരം കരസ്ഥമാക്കിയത്. എന്നാൽ അള്ളാന്റെ ഹബീബ് പറഞ്ഞു തന്ന ലോകത്തിലെ ഏറ്റവും വലിയ നിധി കൂമ്പാരം കരസ്ഥമാക്കിയവനാരെന്നറിയോ? ഈ വെണ്ണലയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടി ആർക്കെങ്കിലും ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ, ഏറ്റവും വലിയ നിധി കൂമ്പാരം കരസ്ഥമാക്കിയവൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ,
ഖൈറു മാ യക്നിസുൽ മർഉ, ലോകത്തിലെ ഏറ്റവും വലിയ നിധികൂമ്പാരം കരസ്ഥമാക്കിയവനാരോ, ഏറ്റവും വലിയ ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവനല്ല, രമ്യഹർമ്മമായ കോൺക്രീറ്റ് സൗധങ്ങളിൽ ജീവിക്കുന്നവനല്ല, ഏറ്റവും വലിയ ലോകത്തിലെ നിധികൂമ്പാരം കരസ്ഥമാക്കിയവനാരെന്നറിയോ? വെണ്ണറയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയവരെ, പ്രവാചകൻ പറഞ്ഞു തന്ന ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നീയാണ് അഭിമാനിച്ചോ, അഭിമാനിച്ചോ. നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിധികൂമ്പാരം കരസ്ഥമാക്കിയവന്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സഹാബത്തേ, ലോകത്തിലെ ഏറ്റവും വലിയ നിധികൂമ്പാരം കരസ്ഥമാക്കിയവൻ ആരെന്നറിയോ? സ്വഹാബാക്കളൊന്നടങ്കം പറഞ്ഞു, ഇല്ല നബിയെ, ഞങ്ങൾക്കറിയില്ല. അങ്ങ് പറഞ്ഞു തന്നാലല്ലാതെ ഞങ്ങൾക്ക് അറിയാൻ കഴിയൂല്ല നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്ത നിധി ഏതെന്നറിയോ? അൽ മർഅത്തു സ്വാലിഹാ, അൽ മർഅത്തു സ്വാലിഹാ. അല്ലാഹുവിന്റെ ആഖിറത്തിന് വേണ്ടി അവനെ സഹായിക്കുന്ന, സുബഹി നമസ്കരിക്കാതെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഭർത്താവ്, ആ ഭർത്താവിനെ സുബഹിയുടെ സമയത്ത് എഴുന്നേറ്റിട്ട് സുബഹി നമസ്കാരത്തിന് വേണ്ടി ഒളു എടുക്കുകയാ. ഒരു പെണ്ണ് സുബഹി നമസ്കാരത്തിന് വേണ്ടി ഒളു എടുക്കുകയാ. എന്നിട്ട് ഭർത്താവിന്റെ ചാരത്ത് വന്നിട്ട് ഭർത്താവിനെ തട്ടി നിർത്തുകയാ. പള്ളിയിൽ നിന്ന് സുബഹിന്റെ ബാങ്ക് കേട്ട് പള്ളിയിലേക്ക് പോകുന്നില്ലേ എന്ന് പറഞ്ഞ് ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച് സുബഹി നമസ്കരിക്കാൻ പറഞ്ഞു വിടുന്ന ഒരു സ്വാലിഹത്തായ ഭാര്യയെ കിട്ടിയവനെ, ഒരു സ്വാലിഹത്തായ പെണ്ണിനെ കിട്ടിയവനെ, നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിധികൂമ്പാരം കരസ്ഥമാക്കിയവൻ നീയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുകയാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തന്ന ഭാര്യമാരെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഖൈറു മാ യക്നിസുൽ മർഉ, ലോകത്ത് ഒരു ആണിന് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ നിധികൂമ്പാരം അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണിനെയാണ്. ഇതുപോലെ പെണ്ണിന് സ്ഥാനം കൊടുത്ത ഒരു പ്രത്യയ ശാസ്ത്രം ലോകത്ത് കാണിച്ചു തരാൻ കഴിയുമോ? ഇസ്ലാം, സ്ത്രീ ഇസ്ലാമിലും ആധുനിക യുഗത്തിലും അന്നത്തെ പെണ്ണിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞെങ്കിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നിന്റെ റോൾ മോഡലാണ്, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ നിന്റെ റോൾ മോഡലാണ്, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ നിന്റെ റോൾ മോഡലാണ്, ആസിയ ബീബി റളിയല്ലാഹു അൻഹ നിന്റെ റോൾ മോഡലാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം അവരൊക്കെ സഹിച്ച ജീവിതത്തിന്റെ ത്യാഗങ്ങൾ. അല്ലാഹു ദുനിയാവിൽ ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ നിധികൂമ്പാരം അവന്റെ ഭാര്യയാണെന്ന്, നല്ല സ്വാലിഹത്തായ ഒരു ഭാര്യയെ കിട്ടിയവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിധി കരസ്ഥമാക്കിയത്. ഇതേ ഭാര്യമാരെ അല്ലാഹു നാളെ സ്വർഗത്തിനകത്ത് നമുക്ക് നൽകും. ഹൂറാനികളെയാണല്ലോ നാളെ സ്വർഗത്തിൽ കിട്ടുന്നത്. ആ ഹൂറാനികളെക്കാളും 70 ഇരട്ടി സൗന്ദര്യത്തോടെ, 70 ഇരട്ടി സൗന്ദര്യത്തോടെ നമ്മുടെ ഇതേ ഭാര്യമാരെ നാളെ സ്വർഗത്തിനകത്ത് പടച്ചറപ്പ് തരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതിനു മുമ്പ് ഹൂറാനികളെ കുറിച്ചൊന്നും അറിയണ്ടേ? അവർക്കുള്ള മുമ്പല്ലിന്റെ ലങ്കൽ കണ്ട് ജിബ്രീലു പോലും അമ്പരം നീട്ടുണ്ടേ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിന്റെ മുകളിലൂടെ പറക്കുകയാ. അല്ലാഹുവേ, ഇന്നലെ വരെ സ്വർഗത്തിൽ കാണാത്ത ഒരു പ്രകാശം സ്വർഗത്തിന്റെ മൂലയിൽ നിന്ന് ഞാൻ കാണുന്നല്ലോ പടച്ചവനെ. എന്താണെന്നറിയാ? ആകാംക്ഷയോടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആ പ്രകാശം കണ്ട സ്ഥലത്തേക്ക് പറന്നിറങ്ങുകയാ. അല്ലാഹുവേ, സ്വർഗത്തിന്റെ ഹൂറാനി, സ്വർഗത്തിന്റെ പെണ്ണുങ്ങൾ, സ്വർഗത്തിൽ അല്ലാഹു വിശ്വാസികൾക്ക് കൊടുക്കാൻ കാത്തു വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ ഹൂറാനികളിൽപ്പെട്ട ഒരു പെണ്ണ് ചിരിക്കുകയാ.
ഒരു പെണ്ണ് ചിരിക്കുകയാ. ആ പെണ്ണിന്റെ പല്ലിന്റെ പ്രകാശം കണ്ടപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അന്തം വിട്ടുപോയെന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞു തരികയാ. ആ സ്വർഗത്തിലെ ഹൂറാനികളെക്കാൾ 70 ഇരട്ടി സൗന്ദര്യത്തോടെ അല്ലാഹു നമുക്ക് ദുനിയാവിൽ തന്ന ഭാര്യമാര് നാളെ സ്വർഗത്തിനകത്ത് തരുമെന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞു തരികയാ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ നീയത്തോടു കൂടി ഒന്നാമത്തെ നീയത്ത്, അല്ലാഹുവേ നീ ഞങ്ങളെ ദുനിയാവിൽ ചേർത്തതുപോലെ നാളെ ആഖിറത്തിലും സ്വർഗത്തിലും ചേർക്കണേ പടച്ചവനെ. രണ്ടാമത്തെ നീയത്ത് ഇത്തിക്കടുപ്പമേറിയ നീയത്താണ്. ഇത്തിക്കടുപ്പമേറിയ നീയത്താണ്. അല്ലാഹുവേ എനിക്കും എൻ്റെ പൊന്നുമക്കൾക്കും എൻ്റെ കുടുംബക്കാർക്കും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം തരല്ലേ അല്ലാഹുവേ. വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയുടെ പൂവച്ചൽ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രഭാഷണത്തിന് പോയി. 2 ദിവസത്തെ പ്രഭാഷണം. ആ 2 ദിവസവും സദസ്സിന്റെ മുൻഭാഗത്ത് ഒരു സഹോദരൻ മുഖത്തിന്റെ പകുതി ഭാഗവും മറച്ചിട്ട് ഉണ്ടായിരുന്നു. മുഖത്തിന്റെ പകുതി ഭാഗം മറച്ചു വച്ചിരിക്കുകയാണ്. 2ാമത്തെ ദിവസം പ്രഭാഷണം കഴിഞ്ഞു. ആ സഹോദരനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ നിങ്ങളുടെ മുഖത്തിന്റെ പകുതി ഭാഗം മറച്ചു വെച്ചിരിക്കുന്നു? ആ സമയത്ത് ആ സഹോദരൻ മറുപടി പറഞ്ഞു, ഉസ്താദേ എൻ്റെ മുഖത്തിന്റെ പകുതി ഭാഗമെങ്ങാനും നിങ്ങൾ കണ്ടാൽ ഒന്നുകിൽ നിങ്ങൾ ബോധം കെട്ട് വീടും, അല്ലെങ്കിൽ നിങ്ങൾ തലകറങ്ങി വീടും. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ആ സമയത്ത് ആ പ്രിയപ്പെട്ട സഹോദരൻ കണ്ണീരോടെ പറയാണ്, ഉസ്താദേ എൻ്റെ മുഖത്തിന്റെ പകുതി ഭാഗം ക്യാൻസർ ബാധിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയിരിക്കുക. അങ്ങനെയാണല്ലോ, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും കാർന്നു തിന്നു കൊണ്ടുപോകുന്ന ഒരു രോഗമാണല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ സഹോദരൻ പറയുന്നു, ഉസ്താദേ എൻ്റെ മുഖത്തിന്റെ പകുതി ഭാഗം ക്യാൻസർ രോഗം ബാധിച്ചിട്ട് എൻ്റെ നെറ്റിത്തടം ഓപ്പറേഷൻ ചെയ്തു, എൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തു, എൻ്റെ കവിൾത്തടം ഓപ്പറേഷൻ ചെയ്തു. എൻ്റെ കവിളിരിക്കുന്ന ഭാഗത്തൊരു ഗുഹ മാത്രമേ ഉള്ളൂ, എൻ്റെ കണ്ണിരിക്കുന്ന ഭാഗത്തൊരു ഗുഹ മാത്രമേ ഉള്ളൂ, എൻ്റെ നെറ്റിയിരിക്കുന്ന ഭാഗത്തൊരു ഗുഹ മാത്രമേ ഉള്ളൂ. അതെങ്ങാനും നിങ്ങൾ കണ്ടാൽ ഒന്നുകിൽ നിങ്ങൾ ബോധം കെട്ട് വീടും, അല്ലെങ്കിൽ നിങ്ങൾ തലകറങ്ങി വീടും. നമ്മൾ ചെയ്യുന്ന 2ാമത്തെ നീയത്ത്, പടച്ചവനെ എനിക്കും എൻ്റെ പൊന്നുമക്കൾക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം തരല്ലേ അല്ലാഹുവേ. റഹമുറാഹിമായ അല്ലാഹുവേ, കൃപയുള്ള തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ സലാത്തുകൾ നിന്റെ ഹബീബിന്റെ റൗളയിൽ ഞങ്ങളുടെ സമ്മാനമായി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ മനസ്സിനകത്ത് 2 നീയത്തുകളുണ്ട് പടച്ചവനെ. ഒന്നാമത്തെ നീയത്ത്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ദുനിയാവിൽ തന്ന ഭാര്യ, നീ ഞങ്ങൾക്ക് ദുനിയാവിൽ തന്ന ഭർത്താവ്, നീ ഞങ്ങൾക്ക് ദുനിയാവിൽ തന്ന മക്കൾ, ഇവരെ നീ സ്വർഗത്തിന്റെ കുടുംബമാക്കി തരണേ അല്ലാ. സ്വർഗത്തിന്റെ കുടുംബമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ 2ാമത്തെ നീയത്ത്, അല്ലാഹുവേ ഞങ്ങൾക്കോ ഞങ്ങളുടെ പൊന്നുമക്കൾക്കോ ഞങ്ങളുടെ കുടുംബക്കാർക്കോ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം നീ തരല്ലേ അല്ലാ, നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ മെഡിക്കൽ കോളേജിന്റെ RCCയുടെ വരാന്തകളിൽ ക്യാൻസർ രോഗം ബാധിച്ചിട്ട് ശരീരത്തിന്റെ വേദന സഹിക്കാതെ നിലവിളിക്കുന്ന ഒരുപാട് സഹോദരന്മാര് സഹോദരിമാര് ദിനം പ്രതി ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് പടച്ചവനെ. അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ, നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ. ഈ ഇൽമിന്റെ മജ്ലിസിൽ ആരെങ്കിലും ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, കുടുംബക്കാര് ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, പടച്ചവനെ ഈ കൊടുക്കുന്ന സ്വതക്കയുടെ ഹക്ക് കൊണ്ട് ആ രോഗത്തിന് രോഗിക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ നിയ്യത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ നിയ്യത്ത് പോലെയാണ് പടച്ചവൻ നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്. നമ്മുടെയൊക്കെ മനസ്സിനകത്തൊരു ചിന്തയുണ്ട്, അല്ലാഹുവേ ഞാൻ നിസ്കരിക്കുന്നവനാണല്ലോ, ഞാൻ നോമ്പ് പിടിക്കുന്നവനാണല്ലോ, ഞാൻ നല്ല നല്ല അമലുകളൊക്കെ ചെയ്യുന്നവനാണല്ലോ, അതുകൊണ്ട് എൻ്റെ ഭാര്യ നന്നായിക്കോളും, എൻ്റെ മക്കളൊക്കെ അങ്ങ് നന്നായിക്കോളും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്നവരുടെ മുമ്പിൽ അല്ലാഹുവിന്റെ ഖുർആൻ
ഒരു പ്രവാചകന്റെ 2 പ്രവാചകന്മാരുടെ ജീവിതം പരിചയപ്പെടുത്തി തരികയാണ്. ഭർത്താവ് സ്വാലിഹായതുകൊണ്ട് ഭാര്യയും മക്കളും സ്വാലിഹപ്പാകണമെങ്കിൽ, സ്വാലിഹീങ്ങളാകണമെങ്കിൽ ആരുടെ ഭാര്യമാര് സ്വാലിഹീങ്ങളാകണമായിരുന്നു? അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ وضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ദുനിയാവിന്റെ മറുകയിൽ ഏകദേശം 950 വർഷത്തോളം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ദഅവത്ത് നടത്താൻ പടച്ചവന് ഭാഗ്യം കൊടുത്ത മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം, ഇവരുടെ ഭാര്യമാരുടെ അവസ്ഥ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുകയാ. വഖീല ദുഖുലൻ നാർ മഅദ്ദാഖിലീൻ. നൂഹ് നബി അലൈഹിസ്സലാമയുടെയും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെയും ഭാര്യമാർ അവര് നരകത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുകയാ. ഭർത്താവ് സ്വാലിഹായതിന്റെ പേരിൽ ഭാര്യമാര് സ്വാലിഹത്താകണമായിരുന്നെങ്കിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഭാര്യ ആകണമായിരുന്നു, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യ ആകണമായിരുന്നു. ഇവർ 2 പേരുടെയും ഭാര്യമാർ നരകത്തിന്റെ അടിത്തട്ടിൽ ചെന്ന് വീഴുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇനി ഭർത്താവ് നാട്ടിലെ ഏറ്റവും പോക്രിത്തരത്തിന്റെ ഹോൾസെയിൽ ഡീലറാണ്, ഭർത്താവ് നാട്ടിലെ ഏറ്റവും മോശത്തരം ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞ് ഭാര്യ സ്വാലിഹത്താകാതിരിക്കണമെന്നില്ലല്ലോ. അങ്ങനെ ആകാതിരിക്കണമായിരുന്നെങ്കിൽ ആരുടെ ഭാര്യ ആകാതിരിക്കണമായിരുന്നു? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ ونجني من فرعون وعمله ونجني من القوم الظالمين. ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായ ഫിർഔൻ, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവമെന്ന് വാദിച്ചിരുന്ന ഫിർഔൻ, അല്ലാഹുവിനെ ധിക്കരിച്ച ഫിർഔൻ, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ മാനിക്കാതെ ദുനിയാവിന്റെ ബർഗയിൽ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായി ജീവിച്ചു പോയ ഫിർഔൻ, ആ ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീബിയുടെ അവസ്ഥ എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുകയാ. ഇത് ഖാലത്ത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ. 2017 വെണ്ണലയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ആധുനിക യുഗത്തിലെ പെണ്ണെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദുനിയാവിന്റെ നെറുകയിൽ ജീവിച്ചു പോയ മഹദിയായ ആസിയ ബീബിയുടെ സംഭവം നിനക്ക് പറഞ്ഞു തരികയാ. ഫിർഔനിന്റെ കൊടിയ മർദ്ദനങ്ങൾക്ക് മുമ്പിൽ, ഫിർഔനിന്റെ കൊടിയ പീഡനങ്ങൾക്ക് മുമ്പിൽ സഹിച്ചു നിന്നിട്ട് പടച്ചവനെ, ഈ ഫിർഔനിന്റെ കൊടിയ മർദ്ദനങ്ങൾ ഞാൻ സഹിക്കുന്നത് എന്തിനെന്നറിയോ? ഈ ഫിർഔനിന്റെ കൊടിയ പീഡനങ്ങൾ ഞാൻ സഹിക്കുന്നത് എന്തിനെന്നറിയോ? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ, നീ എനിക്ക് നാളെ സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരണേ അല്ലാ. സഹോദരിമാരെ, വെറുതെ അങ്ങ് സ്വർഗത്തിൽ പോകാൻ കഴിയൂല. അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ സുഖലോലുപതയുടെ പർദീസയിൽ ജീവിച്ചു പോയ മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു അൻഹാ, പടച്ചവനാണ് ഏകനെന്ന് തിരിച്ചറിഞ്ഞ അന്ന് മുതൽ അല്ലാഹുവാണ് ഈ ലോകം പടച്ചത്, അല്ലാഹുവാണ് ഈ ഭൂമി പടച്ചത്, അല്ലാഹുവാണ് ആകാശത്തെ പടച്ചത്, അല്ലാഹുവാണ് ഈ പ്രപഞ്ചം പടച്ചത്, അല്ലാഹുവിനല്ലാതെ ആകാശലോകത്ത് നിന്ന് ഈ ഭൂമിക്ക് മഴ തരാൻ കഴിയൂല.
പടച്ചവനല്ലാതെ ആകാശലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് മഴ പെയ്യിപ്പിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകട്ടെ, ദുബൈയുടെ രാജാവാകട്ടെ, സൗദിയുടെ രാജാവാകട്ടെ, ലോകത്തിന്റെ ഏറ്റവും വലിയ അധർമ്മിയായിട്ടെന്ന് അമേരിക്കയുടെ പ്രസിഡന്റായി കടന്നു വന്ന ഡൊണാൾഡ് ട്രംപ് ആകട്ടെ, ആരുദ്ദേശിച്ചാലും അള്ളാന്റെ ആകാശലോകത്ത് നിന്ന് മഴപ്പുള്ളി ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂല. അതിന് പടച്ചവൻ തന്നെ ഉദ്ദേശിക്കണം. ആസിയാ ബീബി തിരിച്ചറിഞ്ഞു, എന്റെ പടച്ചവനല്ലാതെ ലോകത്ത് മഴ തരാൻ കഴിയൂല, എന്റെ പടച്ചവനല്ലാതെ ആഹാരം തരാൻ കഴിയൂല, എന്റെ പടച്ചവനാണ് എനിക്ക് ആരോഗ്യം തന്നത്, എന്റെ പടച്ചവനാണ് എനിക്ക് സൗന്ദര്യം തന്നത്, എന്റെ പടച്ചവനാണ് ദുനിയാവിലെല്ലാം തന്നതെന്ന് ആസിയാ ബീബി തിരിച്ചറിഞ്ഞിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മൂസാ റസൂലല്ലാഹ് എന്ന് മൂസാ നബിയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ആസിയാ ബീബിയെ ഫിർഔന് കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കുകയാ. അതുകൊണ്ട് പെങ്ങളെ സ്വർഗ്ഗത്തിൽ പോണോ? 2017 ജീവിക്കുന്ന പെങ്ങളെ, ആധുനിക യുഗത്തിലെ പെണ്ണേ, നിനക്ക് സ്വർഗ്ഗത്തിൽ പോണോ? എത്രയോ ചാനൽ ചർച്ചകളിൽ കടന്നു വന്നിട്ട് ചാനൽ ചർച്ചയിലൂടെ നാവ് കൊണ്ട് വിഷം തീറ്റുന്ന വിശുദ്ധമായ ഖുർആൻ എനിക്കൊരു പുസ്തകം പോലെയാണെന്ന് പോലും പറഞ്ഞു പോയ തട്ടമിട്ട പെണ്ണിന്റെ ചാനൽ ചർച്ചയുടെ ഇടയിലുള്ള വിഷം തീറ്റുന്ന വാക്കുകൾ ഈ അടുത്തിടെയല്ലേ നമ്മൾ കേട്ടത്? ആർത്തവ രക്തം ഒഴുകുന്ന സമയത്ത് വിശുദ്ധമായ ഖുർആനിൽ ഇസ്ലാമിലെ പെണ്ണെ നീ സ്പർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആർത്തവ രക്തമുള്ള സമയത്തല്ല, ഏത് സമയത്തായിരുന്നാലും ശരി തന്നെ, ഖുർആനിനെ ഞാനൊരു പുസ്തകമായിട്ടല്ലാതെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പെണ്ണെ, നിനക്ക് പറഞ്ഞു തരട്ടെ, ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന പെണ്ണെ പറഞ്ഞു തരട്ടെ, പാളയം മുസ്ലിം ജമാഅത്തിനെ കുറിച്ചറിയുമല്ലോ. തിരുവനന്തപുരം ജില്ലയുടെ മാറിടത്തിലെ തലയെടുപ്പോടെ നിൽക്കുന്ന ഇസ്ലാമിക കേന്ദ്രമെന്ന് പറയുന്ന, കേരളത്തിലെ എല്ലാ പള്ളികളും പിരിഞ്ഞു നോക്കുന്ന, കേരളത്തിലെ മുസ്ലിമീങ്ങൾ പിരിഞ്ഞു നോക്കുന്ന പാളയം പള്ളിയുണ്ടല്ലോ, ആ പാളയം പള്ളിയുടെ ഖബർസ്ഥാനിൽ ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നുണ്ട്. ഖബർസ്ഥാനിൽ ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നുണ്ട്. 2017 വിശുദ്ധമായ ഖുർആൻ നിനക്കൊരു പുസ്തകം പോലെയാണെന്ന് പറഞ്ഞ പെണ്ണേ, നീ ആ പാളയം പള്ളിയുടെ പിരിമുറ്റപ്പ് ചെന്നിട്ട് നോക്കിയാൽ ആ പാളയം പള്ളിയുടെ പരിശുദ്ധമായ ഖബർസ്ഥാനിൽ ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നുണ്ട്. മാധവിക്കുട്ടി എന്ന് ലോകം തിരിച്ചറിഞ്ഞിരുന്ന, എല്ലാ നോവലുകൾക്കും വല്ലാതെ അവാർഡ് വാങ്ങിച്ചു വെച്ച മാധവിക്കുട്ടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അവസാനം അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചപ്പോ, അല്ലാഹു ആണ് ഏകനെന്ന് പഠിച്ചപ്പോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് കമലാ സുറയ്യ എന്ന പേര് സ്വീകരിച്ച മാധവിക്കുട്ടിയെ പെണ്ണെ, നിനക്കറിയോ ആ മാധവിക്കുട്ടി ഖുർആനിനെ കുറിച്ച് പറഞ്ഞതെന്താ? ആ മാധവിക്കുട്ടി ഖുർആനിനെ കുറിച്ച് പറഞ്ഞതെന്താ? നിനക്ക് ഖുർആൻ ഒരു പുസ്തകമാണല്ലേ, എന്നാലും മാധവിക്കുട്ടി എന്ന അമരതാപത്തിൽ അറിഞ്ഞിരുന്ന കമലാ സുറയ്യക്ക് ഖുർആൻ എന്താ എന്നറിയോ? എനിക്ക് ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത ഒരു ആനന്ദം എൻ്റെ മനസ്സിൻ്റെ അകത്ത് കടന്നു വരികയാ. വിശുദ്ധമായ ഖുർആൻ പഠിച്ചപ്പോ, വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ഓതിയപ്പോ, ഇതുവരെ ജീവിതത്തിൽ കിട്ടാത്ത ഒരു ആനന്ദം എൻ്റെ മനസ്സിൻ്റെ അകത്ത് കടന്നു വരികയാ. ഒരു സന്തോഷം എൻ്റെ മനസ്സിൻ്റെ അകത്ത് കടന്നു വരികയാ. എന്ന് ഖുർആനിനെ കുറിച്ച് പഠിച്ചിട്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറന്നു പോയ കമലാ സുറയ്യ, അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ, നിന്റെ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് ആസിയാ ബീബി റളിയല്ലാഹു അൻഹാ ഫിർഔനിന്റെ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയനാകുമ്പോ, അല്ലാഹുവേ ഈ ഫിർഔനിന്റെ കൊടിയ മർദ്ദനങ്ങൾ ഞാൻ സഹിക്കുന്നത് എന്തിനെന്നറിയോ? നിന്റെ
നിന്റെ സ്വർഗത്തിൽ നീ എനിക്കൊരു കൊട്ടാരം തരണേ അല്ലാ, നിന്റെ സ്വർഗത്തിൽ നീ എനിക്കൊരു കൊട്ടാരം തരണേ അല്ലാ. ആസിയ ബീബിയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാ, നാളെ സ്വർഗത്തിനകത്ത് ആസിയ ബീബിക്ക് പ്രവാചകനുമായൊരു കല്യാണമുണ്ട്. ആസിയ ബീബിയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു. നാളെ സ്വർഗത്തിനകത്ത് ആസിയ ബീബിക്ക് പ്രവാചകനുമായിട്ടൊരു കല്യാണമുണ്ട്. അല്ലാഹു ആ കല്യാണം കാണാനുള്ള ഭാഗ്യം സ്വർഗത്തിനകത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോരല്ലോ, ആമീനൊരു ശക്തി പോരല്ലോ. അല്ലാഹു ആ കല്യാണം നാളെ സ്വർഗത്തിനകത്ത് വെച്ച് നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം ഇവിടെ ഒരുമിച്ച് കൂടിയ നാം ഓരോരുത്തർക്കും പടച്ചവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആസിയ ബീബി റളിയല്ലാഹു അൻഹാ ഫിർഔനിന്റെ കൊടിയ മർദ്ദനങ്ങൾ സഹിച്ചത് സ്വർഗത്തിന് വേണ്ടിയായിരുന്നു, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിലായിരുന്നു. അത് അന്നത്തെ കാലഘട്ടത്തിലെ പെണ്ണാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ പെണ്ണിനെ പഠിക്കാൻ കമലാ സുറയ്യക്കപ്പുറം വേറൊരാളെ കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം നന്നാകണം, നമ്മുടെ വീട് നന്നാകണം. വീട് നന്നാകണമെങ്കിൽ നിങ്ങൾക്ക് 3 ഗുണങ്ങൾ ഉണ്ടാകുകയും വേണം. ഒരു വീടിന്റെ ഏറ്റവും വലിയ വിളക്ക് ആ വീടിന്റെ പെണ്ണാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിളക്കിന്റെ മണ്ണെണ്ണ തീർന്നു പോയാൽ, ആ വിളക്കിന്റെ എണ്ണ തീർന്നു പോയാൽ, ആ വിളക്കിന്റെ തിരി നഷ്ടപ്പെട്ടു പോകും, ആ വിളക്കിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എപ്പോഴും കപ്പി നിൽക്കുന്ന ആ വിളക്കിനെ പോലെ, എപ്പോഴും എണ്ണ ഒഴിച്ചിട്ട് കപ്പി നിൽക്കുന്ന വിളക്കിനെ പോലെ എന്നും ജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രകാശമായിരിക്കണം വീട്ടിലെ പെണ്ണ്. വീട്ടിലെ പെണ്ണ്, ഈ ആധുനിക യുഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പെങ്ങന്മാർക്ക് 3 ഗുണങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്. ആ 3 ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന പെണ്ണാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ 3 ഗുണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. 11 സ്വലാത്ത് ചൊല്ലും, ദുആ ചെയ്ത് സന്തോഷത്തോടെ പിരിയും. ഈ 3 ഗുണങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് ഉണ്ടാകണം. ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബം വല്ലാത്ത കുടുംബമാണ്, നാളെ സ്വർഗത്തിന്റെ കുടുംബമാകും നിങ്ങളുടെ ഈ ഇവിടെ ഒരുമിച്ച് കൂടിയ പെങ്ങന്മാർക്ക് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധയോടെ കേട്ട് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഏകദേശം 10:40 11:15 വരെ പ്രസംഗിച്ച് പിന്നെ നമ്മൾ ദുആയിലോട്ട് കടക്കും. 15 മിനിറ്റ് ദുആ, 3/4 മണിക്കൂർ കൊണ്ട് ഈ 3 ഗുണങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് അംബിയാ മുർസലീങ്ങൾക്കുണ്ടായിരുന്ന ഗുണമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ചില്ലറ ഉപദേശമല്ല, അംബിയാ മുർസലീങ്ങൾക്കുണ്ടായിരുന്ന ഗുണമായിരുന്നു. ഇത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഈ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ അന്ത്യം വല്ലാത്ത വിജയത്തിന്റെ സ്വാപാനപ്പിലേറി ആഖിറത്തിൽ പാറിപ്പറക്കുന്ന പറവയെ പോലെ പറക്കാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രദ്ധയുടെ കേൾക്കിൻ, സൂറത്തിൽ അംബിയായിലൂടെ അല്ലാഹു പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മാനവന്റെ മനസാന്തരത്തിൽ മാറ്റത്തിന്റെ മാറ്റൊലിയുമായി മക്കയുടെയും മദീനയുടെയും മണൽപ്പാറുകളെ പുളകച്ചാർപ്പണിയിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസാന്തരത്തിലൂടെ മാലോകർക്ക് അല്ലാഹു നൽകിയ വിശുദ്ധമായ ഖുർആനിന്റെ 6666 ആയത്തുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഏകദേശം 114 സൂറത്തുകളുള്ള വിശുദ്ധമായ ഖുർആനിന്റെ ഒരു അധ്യായത്തിലൂടെ സൂറത്തുൽ അംബിയ എന്ന അധ്യായത്തിലൂടെ അല്ലാഹു പറഞ്ഞു തരികയാ. ഒരു ആയത്തിലൂടെ പറഞ്ഞു തരികയാ. ഒരു ആയത്തിന്റെ ഉള്ളിൽ തന്നെ ഈ 3 ഗുണങ്ങളും അല്ലാഹു പറഞ്ഞു തരികയാ. ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മ ചെയ്യാൻ ഒരു അവസരം നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നാൽ ആ നന്മയിലേക്ക് എടുത്തു ചാടുന്നവരാരോ അവര് നാളെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പെണ്ണേ ഖുർആനിലൂടെ പറഞ്ഞു തരികയാ. ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാൻ സാഹചര്യമുള്ളത് നിങ്ങൾക്കല്ലേ?
വീടിന്റെ ഉള്ളറയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പെങ്ങളെ, നന്മ ചെയ്യാൻ ഒരു അവസരം നിന്റെ മുമ്പിലേക്ക് കടന്നു വന്നാ പിന്നെ അമാന്തിക്കല്ലേ, പിന്നെ താമസിക്കല്ലേ. ആ നന്മയിലേക്ക് എടുപ്പ് ചാടി ആ നന്മ ചെയ്യുന്നവരാരോ അവര് നാളെ സ്വർഗ്ഗത്തിലേക്ക് കടക്കുമെന്ന് ഖുർആൻ പറഞ്ഞു തരികയാ. ഒന്നാമത്തെ ഗുണം, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മ ചെയ്യാൻ ഒരു അവസരം നിന്റെ മുമ്പിലേക്ക് കടന്നു വന്നാൽ ആ നന്മയിലേക്ക് എടുത്തു ചാടുന്നവർ ആരോ അവർ നാളെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ഖുർആൻ. ഒരു സ്വഹാബി വനിതയുടെ ചരിത്ര സംഭവം പറഞ്ഞു തരട്ടെ. നന്മ ചെയ്യാൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ ഒട്ടും മടിക്കാതെ നന്മയിലേക്ക് എടുത്തു ചാടിയപ്പോ നാളെ സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ നിന്റെ കൈപിടിക്കാൻ നിൽക്കുവാനുള്ള പദവി അല്ലാഹു ദുനിയാവിൽ വെച്ച് പ്രവാചകന്റെ നാവിലൂടെ അറിയിച്ചു കൊടുത്തു. പ്രവാചകന്റെ നാവിലൂടെ അറിയിച്ചു കൊടുത്തു നന്മ ചെയ്യാൻ ഒരു അവസരം വന്നപ്പോ. ആരാ സ്വഹാബി വനിത? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരിയായിരുന്നു. മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരി എന്ന് പറഞ്ഞാൽ ഇന്ന് വെണ്ണലയുടെ പരിസരത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടത്തെ ഏറ്റവും വലിയ കോടീശ്വരനെക്കാളും കോടീശ്വരിയായിരുന്നു മക്കയിലെ ആ പെണ്ണ്. മക്കയിലെ മരുഭൂമിയിലൂടെ വൈകുന്നേര സമയങ്ങളിൽ ആ പെണ്ണ് നടന്നു പോകുമ്പോ ശരീരത്തിൽ കിടക്കുന്ന സ്വർണാഭരണം കണ്ടിട്ട് മക്കയുടെ പെണ്ണുങ്ങൾ കൊതിച്ചിരുന്നു, അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഹദീസിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നു, ഏകദേശം ഈ കോടീശ്വരിക്ക് മക്കയുടെ പ്രദേശത്ത് 900-ഓളം ഏക്കർ കണക്കിന് വസ്തു ഉണ്ടായിരുന്നു. അല്ലാഹു അക്ബർ. 900-ഓളം ഏക്കർ കണക്കിന് വസ്തു ഈ മക്കയുടെ കോടീശ്വരിക്ക് ഉണ്ടായിരുന്നു. അവസാനം ഈ ലോകത്ത് നിന്ന് ആ പെണ്ണ് വിട പറഞ്ഞു പോയപ്പോ 1 രൂപ പോലും കഫൻ പുടവ വാങ്ങിക്കാൻ ബാക്കി വെക്കാതെ എല്ലാം ദീനിന് കൊടുത്തിട്ട് പോയി. ആരാ പെണ്ണ്? ആരാ മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരി? ആരെന്നറിയോ? വർണ്ണപ്പെള്ളി പൊള്ളി മികവേറും മണിമച്ചിൽ സ്വർണ താമരകപ്പിരി സുന്ദരി ഖദീജത്തുൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ. സുന്ദരി ഖദീജത്തുൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ. ഷാമിൽ കച്ചവടത്തിന് പോയി മുഹമ്മദ് സല്ലല്ലാഹു ഷാബി കഴിക്കാനായി കാത്തു ഖദീജ റളിയല്ലാഹു. ഷാമിൽ കച്ചവടത്തിന് പോയി മുഹമ്മദ് സല്ലല്ലാഹു ഷാബി കഴിക്കാനായി കാത്തു ഖദീജ റളിയല്ലാഹു. കണ്ണിൽ എണ്ണയൊഴിച്ച് കാരെ കൂട്ടി നോക്കി കണ്ണുകുടച്ചു കുടഞ്ഞല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹിറാ ഗുഹക്കകത്ത് കടന്നു പോകുകയാണ്. അല്ലാഹുവിന്റെ ആകാശ ലോകത്ത് നിന്ന് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഹിറാ ഗുഹക്കകത്ത് പറന്നിറങ്ങുകയാ. വിശുദ്ധമായ ഖുർആനിന്റെ 1-ാമത്തെ ആയത്തുമായി പറന്നിറങ്ങുകയാ. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുന്ന, നബിയേ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നബിയേ ഓത്, നബിയേ ഓത്, നബിയേ അങ്ങയെ പടച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവാര പടച്ചറപ്പിന്റെ നാമത്തിൽ അങ്ങ് ഓത് നബിയേ, ഓത് നബിയേ. ആ സമയത്ത് മഹാനായ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ജിബ്രീലിനോട് പറഞ്ഞു കൊടുക്കുകയാ, ജിബ്രീലേ എനിക്ക് ഓതാൻ അറിയില്ല, ഞാൻ എന്താണ് ഓതേണ്ടത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനെ മാറോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാ, ഓതേണ്ടത് എന്തെന്ന് പറഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ ജിബ്രീലിനെ കണ്ടിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഹിറാ ഗുഹക്കകത്ത് നിന്ന് പേടിച്ചോടിയത് എവിടെയെന്നറിയോ? പേടിച്ചോടിയത് എവിടെയെന്നറിയോ? തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്കല്ല, തന്റെ കുടുംബക്കാരന്റെ വീട്ടിലേക്കല്ല, നാട്ടുകാരുടെ വീട്ടിലേക്കല്ല, ഇലാ ഹദ്റത്തി ഖദീജ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്തോഷത്തിലും സന്താപത്തിലും സങ്കടത്തിലും ഒരു നിഴല് പോലെ പങ്കുകൊണ്ട് ഖദീജയുടെ വീട്ടിലേക്ക് പ്രവാചകൻ ഓടി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വീടിന്റെ ചാരത്തേക്ക് എത്തുമ്പോ ഖദീജയെ വിളിക്കുകയാ, ഖദീജ ഖദീജ
ഖദീജ, എന്റെ ശരീരം തളരുന്ന ഖദീജ, എന്റെ തല കറങ്ങുന്ന ഖദീജ, എനിക്ക് പനി പിടിക്കുന്ന ഖദീജ, അതുകൊണ്ട് സമ്മിലൂനിയാ ഖദീജ, ഖദീജ എന്നെയൊന്ന് പുതപ്പിട്ട് മൂടുമോ ഖദീജ. ആ സമയത്ത് പരവശയോടെ ഓടി വന്ന, പേടിയോടെ ഓടി വന്ന, ഭയത്തോടെ ഓടി വന്ന അള്ളാന്റെ ഹബീബിന് മഹദിയായ ഖദീജ ബീബി മാറോട് ചേർത്ത് വെക്കുകയാ. വെണ്ണലയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ പെണ്ണേ, നീ അങ്ങനെയാകണം പെണ്ണേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പെടാ പാടുപെട്ടിട്ട് ജോലി ചെയ്ത് വീട്ടിലേക്ക് ക്ഷീണത്തോടെ കടന്നു വരുന്ന നിന്റെ ഭർത്താവ് കടന്നു വരുമ്പോ നീ വീടിന്റെ ഉമ്മറപ്പടിയിലൊന്ന് കാപ്പ് നിൽക്കണേ. നിന്റെ ഭർത്താവിനെയും കാപ്പ് വീടിന്റെ ഉമ്മറപ്പടിയിൽ നീയെന്ന് നിൽക്കണേ. അല്ലാഹുവേ, ജോലി കഴിഞ്ഞ് ക്ഷീണത്തോടെ കടന്നു വരുന്ന നിന്റെ ഭർത്താവിനെ കാണുമ്പോ ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ എന്ന് പുഞ്ചിരിക്കണേ. അത് മതിയല്ലോ. ശരീരത്തിന്റെ വേദന മറന്നു പോകാ, ജീവിതത്തിന്റെ കടങ്ങൾ മറന്നു പോകാ, ജീവിതത്തിന്റെ സങ്കടങ്ങൾ മറന്നു പോകാ. പെണ്ണേ, നിന്റെ ഒരു പുഞ്ചിരിക്കു മുമ്പിൽ കഴിയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുകയാ. വിഷമത്തോടെ സങ്കടത്തോടെ കടന്നു വരുന്ന അല്ലാഹുവിന്റെ ഹബീബിനെ ഖദീജ ബീബി മാറോട് ചേർത്ത് വെക്കുകയാ. എന്നിട്ട് ഖദീജ ബീബി പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാ, നബിയേ, അങ്ങ് വിഷമിക്കല്ലേ നബിയേ, അങ്ങ് സങ്കടപ്പെടല്ലേ നബിയേ, അങ്ങ് സത്യം പറഞ്ഞവനല്ലേ, അങ്ങ് പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചവനല്ലേ, അങ്ങ് കുടുംബ ബന്ധം ചേർപ്പവനല്ലേ, അങ്ങ് ദീനിന് വേണ്ടി പ്രവർത്തിച്ചവനല്ലേ നബിയേ. അതുകൊണ്ട് പടച്ച റബ്ബ് അങ്ങയെ കൈയൊഴിയൂല നബിയേ, പടച്ച റബ്ബ് അങ്ങയെ കൈയൊഴിയൂല നബിയേ എന്ന് ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിന്റെ നിഴല് പോലെ ജീവിച്ചു പോയ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ. ആ ഖദീജയുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഖദീജ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരണമെങ്കിൽ എനിക്കൊരുപാട് ത്യാഗങ്ങൾ സഹിക്കണം ഖദീജ. നിന്റെ സമ്പത്ത് എനിക്ക് പരുമോ ഖദീജ, നിന്റെ സമ്പത്ത് നീ എനിക്ക് പരുമോ ഖദീജ. സമ്പത്തില്ലാതെ ഇസ്ലാം ഈ കാലഘട്ടത്തിൽ വളർത്തിയെടുക്കാൻ കഴിയൂല ഖദീജ. അതുകൊണ്ട് സഹായിക്കുമോ ഖദീജ? നന്മ ചെയ്യാൻ പടച്ച റബ്ബ് ഖദീജ ബീബിയുടെ മുമ്പിൽ ഒരു അവസരം കൊടുത്തപ്പോ ദുനിയാവിന്റെ സുഖങ്ങൾ മറക്കുകയാ, ദുനിയാവിന്റെ സന്തോഷങ്ങൾ മറക്കുകയാ, നാളെ ആഖിറത്തിന്റെ പദവിയെ കുറിച്ച് ഓർക്കുകയാ, നാളെ സ്വർഗ്ഗത്തിന്റെ സുഖങ്ങളെ കുറിച്ച് ഖദീജ ബീബിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാ. ആ സമയത്ത് പ്രവാചകന്റെ കാൽ ചുവട്ടിൽ തന്റെ ശരീരത്തിൽ കിടന്ന സ്വർണാഭരണം മുഴുവനും കൊണ്ടുവെക്കുകയാ. എന്നിട്ട് ഖദീജ ബീബി പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുന്ന, നബിയേ, എന്റെ സമ്പത്ത് മുഴുവനും അങ്ങയുടെ ദീനിന് വേണ്ടി ഞാൻ പരുന്നു നബിയേ. ഈ ദുനിയാവിന്റെ സ്വർണമല്ല ഈ ഖദീജ കൊതിച്ചത് നബിയേ. നാളെ സ്വർഗ്ഗത്തിനകത്ത് സ്വർഗീയ സ്ത്രീകളുടെ മുമ്പിലൂടെ സ്വർണാഭരണം ധരിച്ച് അഭിമാനത്തോടെ ആനന്ദത്തോടെ നടക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ. അതുകൊണ്ട് എനിക്ക് പടച്ച റബ്ബ് ദുനിയാവിൽ തന്ന സമ്പത്ത് മുഴുവനും അങ്ങയുടെ ദീനിന് വേണ്ടി പരുന്ന നബിയേ എന്ന് പറഞ്ഞ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ, പെങ്ങളെ, നാളെ സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ നിന്റെ കൈപിടിക്കാൻ കാത്തു നിൽക്കുകയാ. ഇത് പറയുമ്പോ, ഈ ചരിത്രം പറയുമ്പോ, ഈ 2017 എറണാകുളം ജില്ലയുടെ പരിസരത്ത് ജീവിക്കുന്ന പെങ്ങളെ, നീ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ മനസ്സിനകത്തൊരു ചിന്ത വരുമല്ലോ, അത് അന്നത്തെ കാലഘട്ടമല്ലേ, അത് അന്നത്തെ കാലഘട്ടമല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ജീവിക്കാൻ കഴിയോ? പെണ്ണേ, കാലത്തിനൊരു മാറ്റവും വന്നിട്ടില്ല.
അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും കാലഘട്ടത്തിന് മാറ്റം വന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിന്റെ ശൈലിക്കാ മാറ്റം വന്നേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ശൈലിക്കാ മാറ്റം വന്നേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാ, അവലം നുഅമ്മിറുകും മാ യതദക്കറ ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. നിങ്ങൾ കാലഘട്ടത്തെ കുറ്റം പറയണ്ട, നിങ്ങൾ കാലഘട്ടത്തെ കുറ്റം പറയണ്ട. അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും ഒരേ ഒരു കാലഘട്ടം തന്നെയാ. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ശൈലിക്കാ മാറ്റം വന്നേ, നമ്മുടെ ജീവിതത്തിന്റെ ശൈലിക്കാ മാറ്റം വന്നേ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ നിന്നെ പോലെ പച്ചയായ പെണ്ണായിരുന്നു, നിന്നെ പോലെ ആഗ്രഹമുണ്ടായിരുന്ന പെണ്ണായിരുന്നു. പക്ഷേ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ മനസ്സിന്റെ ഉള്ളറയിലേക്ക് ഈമാനോടെ സ്വീകരിക്കാ ഖദീജ ബീബിക്ക് കഴിഞ്ഞപ്പോ സ്വർഗമാണ് ഏറ്റവും വലുതെന്ന് ചിന്തിച്ചിട്ട് ദുനിയാവിൽ പടച്ച റബ്ബ് കൊടുത്തത് മുഴുവനും ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കാൻ മനസ്സ് കാണിച്ചു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മ ചെയ്യാൻ ഒരവസരം നിങ്ങളുടെ മുമ്പിൽ വന്നാൽ ആ നന്മയിലേക്ക് എടുത്തു ചാടുന്നവർ ആരോ അവരാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമർ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഖദീജ ബീവിക്ക് നന്മ ചെയ്യാൻ ഒരു അവസരം പടച്ച റബ്ബ് മുമ്പിൽ കെടുത്തപ്പോ ഒരു മടിയും കൂടാതെ ആ നന്മയിലേക്ക് എടുത്തു ചാടാൻ മനസ്സ് കാണിച്ചെങ്കിൽ നമ്മൾ പറയാറുണ്ട്, അന്നത്തെ കാലഘട്ടം അന്ധകാലഘട്ടം, ഇന്ന കാലഘട്ടത്തിൽ അത് പറ്റുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. കാലഘട്ടത്തിന് മാറ്റം വന്നിട്ടില്ല, നമ്മുടെ ജീവിതത്തിന്റെ ശൈലിക്കാണ് മാറ്റം വന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ശൈലിക്കാണ് മാറ്റം വന്നത്. നമ്മുടെ ശരീരത്തിൽ നാം ധരിക്കുന്ന വസ്ത്രത്തിന്റെ അളവിനാണ് മാറ്റം വന്നത്. നാം ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രത്തിന്റെ മോഡലിനാണ് മാറ്റം വന്നത്. അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും കാലഘട്ടത്തിന് ഒരു വ്യത്യാസവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിന്റെ ശൈലിക്ക് മാറ്റം വന്നപ്പോ അല്ലാഹു ആകാശ ലോകത്ത് നിന്ന് തരുന്നത് മുഴുവനും പടച്ച റബ്ബ് തടഞ്ഞു വെച്ചു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ആകാശ ലോകത്ത് നിന്ന് റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന മഴ ഈ ഭൂമിയിലേക്ക് വരണമെങ്കിൽ രണ്ട് കാര്യം നിങ്ങൾ പടച്ച റബ്ബിന് ചെയ്തു കൊടുക്കണം. ആ രണ്ട് കാര്യങ്ങൾ ചെയ്താലേ അല്ലാഹു നിങ്ങൾക്ക് ആകാശ ലോകത്ത് നിന്ന് റഹ്മത്തിന്റെ മഴ തരുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഒന്ന്, പടച്ചവനെ സൂക്ഷിക്കേണ്ട രീതിയിൽ പടച്ചവനെ സൂക്ഷിച്ചിട്ട് ദുനിയാവിൽ ജീവിക്കാം. നമ്മൾ അല്ലാഹുവിനെ പേടിയില്ലാത്തൊരു ജീവിതം വന്നപ്പോ പടച്ച റബ്ബ് നമുക്ക് തരുന്ന മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നില്ല എന്നാരും പറയുന്നില്ല, മഴ പെയ്യുന്നുണ്ട്. ഭൂമിയുടെ പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യും, പക്ഷേ ഈ പെയ്യുന്ന മഴ കൊണ്ട് നമുക്ക് പ്രയോജനമില്ലാതാകും. കാരണം ഈ ഭൂമിയെ സൃഷ്ടിച്ച അന്ന് മുതൽ അല്ലാഹു കൊടുക്കേണ്ട മഴ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ ആ മഴ കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ലാതാകും. ശാസ്ത്രലോകം അത് പറഞ്ഞു തരുന്നുണ്ട്, അതിന്റെ കണക്കുകൾ. ആ കണക്കിനനുസരിച്ച് ഭൂമിയെ പടച്ച അന്ന് മുതൽ ഈ ഭൂമിയുടെ അവസാനം വരെ ഈ ഭൂമിയിലേക്ക് കൊടുക്കേണ്ട വെള്ളം അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ ആ വെള്ളം കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ലാതാകും. മഴ കിട്ടും, പക്ഷെ ആ മഴ കൊണ്ട് നമുക്ക് പ്രയോജനമില്ലാതാകും. കാരണം എന്തേ? നമ്മൾ പടച്ചവനെ സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കുന്നില്ല. അല്ലാഹു തഖ്വയോടെ ജീവിക്കാൻ നാം ഓരോരുത്തർക്കും പടച്ചവൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈ ആധുനിക യുഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറഞ്ഞു തരുന്നു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മ ചെയ്യാൻ ഒരു അവസരം നിങ്ങളുടെ മുമ്പിൽ വന്നാൽ ആ നന്മയിലേക്ക് എടുപ്പ് ചാടാൻ പ്രതി കാണിക്കുന്നവരാരോ, മോഹം കാണിക്കുന്നവരാരോ, ത്വര കാണിക്കുന്നവരാരോ അവരാണ് ലോകത്തിലെ ഏറ്റവും നല്ലവരെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇനി ആണുങ്ങളോട് പറഞ്ഞു തരട്ടെ, നന്മ ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അവസരം വരുമ്പോ ആ നന്മയിലേക്ക് എടുത്തു ചാടിയാൽ പടച്ച റബ്ബ് നിങ്ങൾക്ക് തരാൻ പോകുന്ന പദവി എന്തെന്നറിയോ? ഈ അടുത്തിടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു സഹോദരന് കൊടുത്ത പദവി നിങ്ങൾക്ക് കിട്ടും. ഇത് സ്വഹാബത്തിന്റെ ചരിത്രമല്ല പറയുന്നേ, ഇത് അംബിയാ മുർസലീങ്ങളുടെ ചരിത്രമല്ല പറയാൻ പോകുന്നേ.
ഇത് ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചു പോയ ഒരു സഹോദരന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ആ സഹോദരൻ മനസ്സുകൊണ്ട് നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചപ്പോ ആ സഹോദരന് പടച്ചറപ്പ് കൊടുത്ത പദവി ആരാ? ആ സഹോദരൻ ആരാ? ഈ കൊച്ചു കേരളത്തിന്റെ മലപ്പുറം ജില്ലയുടെ ഒടിഞ്ഞ പ്രദേശത്ത് ജീവിച്ചു പോയ ഫൈസൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ. ആ ഫൈസലിനെ വർഗീയത്തിന്റെ വിഷം ചീറ്റുന്ന കാപാലികന്മാര് കൊന്നുകളഞ്ഞില്ലേ? കൊടിഞ്ഞിപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ ചെന്ന് നോക്കിയാ നമുക്ക് കാണാമല്ലോ. കൊടിഞ്ഞിപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ ചെന്ന് നോക്കിയാ നമുക്ക് കാണാമല്ലോ. ആ കൊടിഞ്ഞിപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ ഒരു മീസാങ്കല്ല് കാണാമല്ലോ. ആ മീസാങ്കല്ലിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാമല്ലോ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മളും മരിക്കേണ്ടവരാ. നമ്മൾ മരണപ്പെട്ട് മീസാങ്കല്ല് വെക്കുമ്പോ ആ മീസാങ്കല്ലിനകത്ത് ഇതുപോലെ അക്ഷരങ്ങൾ എഴുതി വെക്കുമോ എന്ന് ചിന്തിച്ചു നോക്കുക. ആ മീസാങ്കല്ലിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കെന്തെന്നറിയോ? ഷഹീദ് ഫൈസല്, ഷഹീദ് ഫൈസല്. അല്ലാഹുവിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു വന്നിട്ട് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഛേദിക്കപ്പെട്ട് രണാങ്കണത്തിൽ ശരീരത്തിന്റെ ചുടുദിനം കൊണ്ട് ചെന്തായമണിയിപ്പിച്ച മഹാന്മാരായ ബദരീങ്ങൾക്ക് കൊടുപ്പ പദവി അല്ലാഹു കൊടുക്കുകയാ. ഉഹദീങ്ങൾക്ക് കൊടുപ്പ പദവി അല്ലാഹു കൊടുക്കുകയാ. ഖന്ദഖീങ്ങൾക്ക് കൊടുപ്പ പദവി അല്ലാഹു കൊടുക്കുകയാ. ഖൈബരീങ്ങൾക്ക് കൊടുപ്പ പദവി അല്ലാഹു കൊടുക്കുകയാ. എന്തുകൊണ്ടാ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഇതേ ഫൈസലിനെ കുറിച്ച് അല്ലാഹു ഖുർആനിലൂടെ പറയുകയാ. ഈ കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചിരുന്ന 2017 കൊല ചെയ്യപ്പെട്ട ഈ ഫൈസലിനെ കുറിച്ച് ഖുർആൻ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞു തന്ന വാക്കെന്തെന്നറിയോ? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു വന്നിട്ട് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഛേദിക്കപ്പെട്ട് രണാങ്കണത്തിൽ ഷഹീദായ ശുഹദാക്കള് മരണപ്പെടുന്നില്ല, ബദരീങ്ങൾ മരണപ്പെടുന്നില്ല, ഉഹദീങ്ങൾ മരണപ്പെടുന്നില്ല, ഖന്ദഖീങ്ങൾ മരണപ്പെടുന്നില്ല, ഖൈബരീങ്ങൾ മരണപ്പെടുന്നില്ല. മലപ്പുറം ജില്ലയുടെ കൊടിഞ്ഞിപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടന്നുറങ്ങുന്ന ഫൈസലേ, ഈ വെണ്ണലയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ മനസ്സിനകത്ത് നീ ഇന്നും ജീവിച്ചിരിക്കുകയാ. അതുകൊണ്ടല്ലേ ഫൈസലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നേ. ഈ ഫൈസലിന് ഈ പദവി ഇങ്ങനെ കിട്ടാനുള്ള കാരണം എന്തെന്നറിയോ? ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഫൈസല് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയ ആഗ്രഹം എന്തെന്നറിയോ? അല്ലാഹുവേ, പരിശുദ്ധമായ ഹജ്ജ് ചെയ്യണമല്ലാ, പരിശുദ്ധമായ ഉംറ ചെയ്യണമല്ലാ. അല്ലാഹുവേ, കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് എനിക്കൊന്ന് പൊട്ടിക്കരയണമല്ലാ. ആ കഅബാലയത്തിന്റെ മത്താഫിലൂടെ എനിക്കൊന്ന് തവാഫ് ചെയ്യണമല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ മഖാമു ഇബ്രാഹിമിന്റെ പിറകു ഭാഗത്ത് നിന്നിട്ട് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമല്ലാ. അല്ലാഹുവേ, ഹിജ്ർ ഇസ്മാഈലിന്റെ ചാരത്ത് കടന്നു എന്നിട്ട് അവിടെ ഇരുന്നിട്ട് എനിക്കൊന്ന് ദുആ ചെയ്യണമല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ സംസം വെള്ളം കുടിക്കണമല്ലാ. അല്ലാഹുവേ, സഫാ മർവയിലൂടെ സഅയ് ചെയ്യണമല്ലാ എന്ന് മനസ്സുകൊണ്ട് കൊതിച്ചു പോയപ്പോ പടച്ച റബ്ബ് ഫൈസലിന് കൊടുത്ത പദവി എന്തെന്നറിയോ? ഷഹീദ് ഫൈസൽ, ഷഹീദ് ഫൈസൽ എന്ന പദവി അല്ലാഹു കൊടുപ്പില്ലേ. ഫൈസലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നറിയോ? ഫൈസലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നറിയോ? മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാ. വെറും 25 26 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഖുറൈശികളെ കടന്നു വന്നിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു നിർത്തുകയാ. എന്നിട്ട് ഖുബൈബിനോട് പറഞ്ഞു കൊടുക്കുന്നു, ഖുബൈബേ, നിന്റെ വിശ്വാസത്തിൽ നിന്ന് നീ മാറിപ്പോകുക. ഫൈസലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു.
അവനെ ഭയപ്പെടുത്താൻ കടന്നു വന്നു. ഫൈസലേ, നീ ഇസ്ലാമിൽ നിന്ന് മാറിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും. ഖുബൈബ് റളിയല്ലാഹു അൻഹു മക്കാ ഖുറൈശികളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു കൊടുത്ത വാക്കെന്തെന്നറിയോ? നിങ്ങൾ എന്റെ കയ്യിൽ ചന്ദ്രനെ വെച്ച് തന്നാലും, എന്റെ വലത് കയ്യിൽ സൂര്യനെയും എന്റെ ഇടത് കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നാലും എന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് ഞാൻ പിറകോട്ട് മാറില്ല എന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു അന്ന് മക്കാ ഖുറൈശികളോട് പറഞ്ഞു കൊടുത്തെങ്കിൽ ഫൈസൽ എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരൻ അവനെ കൊല്ലുമെന്ന ഭീഷണിയോടെ കടന്നു വന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങൾ എന്നെ വെട്ടി തുണ്ടമാക്കിയാലും ശരി തന്നെ, ഞാൻ വിശ്വസിച്ച ഇസ്ലാമിൽ നിന്ന് കടന്നവരാ, ഒരു അണുമണി പൂക്കം പോലും തയ്യാറല്ലെന്ന് ആ ഫൈസൽ പറഞ്ഞെങ്കിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു ഖുറൈശികൾ ഒന്നടങ്കം കടന്നു വന്നിട്ട് ഖുബൈബിനോട് പറഞ്ഞു കൊടുക്കുന്നു, ഖുബൈബേ, ഇസ്ലാമിൽ നിന്ന് നീ പിന്മാറിയാൽ ഈ മക്കയിൽ എവിടെ വേണോ നിനക്ക് കൊട്ടാരം പോലത്തെ വീട് തരാ. ആ വീട്ടിനകത്ത് തരുണീമണികളായ സുന്ദരികള് പാതിരാത്രിയിൽ നിന്റെ ശരീരം പങ്കുവെക്കാൻ തരാം ഖുബൈബേ. ആ സമയത്ത് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തൊക്കെ തന്നാലും ഞാൻ പിന്മാറൂല. അവസാനം ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ മുമ്പിൽ പതറിപ്പോയാ മക്കാ ഖുറൈശികൾ ഖുബൈബിനോട് പറഞ്ഞതെന്തെന്നറിയോ? ഖുബൈബേ, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരണ്ട, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരണ്ട. നിന്റെ നാവ് കൊണ്ട് നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാ മതി, നിന്റെ നാവ് കൊണ്ട് നീ ഒരേ ഒരു വാക്ക് പറഞ്ഞാ മതി ഖുബൈബേ. നിന്റെ മുഹമ്മദ് കള്ളനാണെന്ന് പറഞ്ഞാ മതി ഖുബൈബേ, പ്രവാചകൻ കള്ളനാണെന്ന് പറഞ്ഞാ മതി ഖുബൈബേ. ആ സമയത്ത് മക്കാ ഖുറൈശികളുടെ മുഖത്ത് നോക്കിയിട്ട് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? എന്റെ പ്രവാചക കള്ളനാണെന്നല്ല, എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു പോലും തറയ്ക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഈമാനിന്റെ വാക്ക് പറഞ്ഞ ഖുബൈബ് റളിയല്ലാഹു അൻഹു ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിന്റെ ചാരത്തേക്ക് കൊണ്ടുവരികയാ, തൂക്കിക്കൊല്ലാൻ കൊണ്ടുവരികയാ. എന്നിട്ട് തൂക്കുമരം കാണിച്ചിട്ട് ഖുബൈബിനോട് പറഞ്ഞു കൊടുക്കുന്നു, ഖുബൈബേ, അവസാന സമയമെങ്കിലും പിന്മാറാൻ നീ തയ്യാറാണോ? എന്നാൽ ഈ തൂക്കുമരത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം ഖുബൈബേ. വെണ്ണലയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയവരെ, നമുക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ മുമ്പിൽ വന്നാ നമ്മളെന്താ പറയുന്നതെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ആ തൂക്കുമരം കണ്ട സമയത്ത് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? എന്റെ ഈ മരണത്തിന്റെ സമയത്ത് എന്റെ അവസാനത്തെ ആഗ്രഹം നിങ്ങളൊന്ന് സാധിപ്പിച്ചു തരുമോ? എന്റെ അവസാനത്തെ ആഗ്രഹം നിങ്ങളൊന്ന് സാധിപ്പിച്ചു തരുമോ? മക്കാ ഖുറൈശികൾ ഒന്നടങ്കം പറഞ്ഞു, ഖുബൈബേ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ആ സമയത്ത് മക്കാ ഖുറൈശികളോട് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. ഫൈസൽ എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരൻ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അവന്റെ മനസ്സുകൊണ്ട് കൊതിച്ചതെന്താ? എനിക്ക് ഹജ്ജ് ചെയ്യണം, എനിക്ക് ഉംറ ചെയ്യണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളയുടെ മുമ്പിൽ പോയിട്ട് മതിവരുവോളം സലാം പറയണമെന്ന് കൊതിച്ചു പോയ ഫൈസൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു മക്കാ ഖുറൈശികളോട് പറയുകയാ, എന്റെ അവസാനത്തെ ആഗ്രഹം എന്തെന്നറിയോ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് കടന്നു. അല്ലാഹുവേ, മരണത്തെ മുമ്പിൽ കണ്ടിട്ടുള്ള നിസ്കാരമാ, തന്റെ മുമ്പിൽ തൂക്കുമരം കിടന്ന് ആടുകയാ, തന്റെ അവസാനത്തെ സമയമാ. അല്ലാഹുവേ, വല്ലാത്ത ഈമാനിന്റെ പവറുള്ള നിസ്കാരമായിരുന്നു. നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടി
ഖുബൈബ് റളിയല്ലാഹു അൻഹു മക്ക ഖുറൈശികളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതെന്തെന്നറിയോ? എടാ മക്ക ഖുറൈശികളെ, അഹങ്കാരികളെ, ഞാൻ പേടിത്തൊണ്ടനാണെന്ന് നിങ്ങൾ പറയുമായിരുന്നില്ല എന്ന ഭയം എൻ്റെ മനസ്സിനകത്തില്ലായിരുന്നെങ്കിൽ ഈ നിസ്കാരം നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ കാല് കടക്കുന്നത് വരെ ഞാൻ നിസ്കരിച്ചനെ. ഞാനൊരു ഭീരുവാണെന്ന് നിങ്ങൾ പറയും എന്ന പേടി എൻ്റെ മനസ്സിനകത്തില്ലായിരുന്നുവെങ്കിൽ എൻ്റെ നിസ്കാരം വർഷങ്ങളോളം നീണ്ടുപോകുമായിരുന്നു എന്ന് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുകുമരപ്പിലേക്ക് കൊണ്ടുപോയിട്ട് തൂക്കിക്കൊന്നു കളയുകയാ. അല്ലാഹുവേ, അല്ലാഹുവേ, മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് നാളെ സ്വർഗ്ഗത്തിനകത്ത് ഒരുമിച്ച് കൂടാ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിക്കൊന്നിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ മുറിക്കാൻ അവർ തീരുമാനിക്കുകയാ. പക തീരുന്നില്ല, കൊന്നിട്ടും പക തീരുന്നില്ല. അതുപോലെയല്ലേ ഫൈസലിനെ കടുത്തറുത്ത് കൊന്നിട്ടും പക തീർന്നില്ല. ഫൈസലിന്റെ ശരീരത്തിൽ ഏകദേശം 40 പ്രാവശ്യം വെട്ടി പരിക്കേൽപ്പിച്ചു എന്ന് ഡോക്ടർമാര് പറഞ്ഞു തന്നെങ്കിൽ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കുമരപ്പിൽ തൂക്കിക്കൊന്നിട്ടും അവരുടെ പക തീരുന്നില്ല. ശരീരം മുഴുവനും വെട്ടി മുറിച്ച് കഷ്ണം കഷ്ണമാക്കാ മക്ക ഖുറൈശികളെ തീരുമാനമെടുക്കുമ്പോ അള്ളാന്റെ സഹായം കടന്നു വരികയാ. നമുക്ക് കാണാമല്ലോ, ഉംറയ്ക്ക് പോയവർക്ക് അറിയാൻ കഴിയും, ഉംറയ്ക്ക് പോയവർക്ക് അറിയാൻ കഴിയും. പരിശുദ്ധമായ കഅബയിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടി ആരെങ്കിലും നിയ്യത്ത് ചെയ്താ പരിശുദ്ധമായ മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ പോയിട്ടാണ് ഇഹ്റാം കെട്ടേണ്ടത്. ആ പള്ളിയിൽ പോയിട്ടാണ് ഇഹ്റാം കെട്ടേണ്ടത്. മസ്ജിദ് ആയിഷയുടെ പരിസരത്താണ് തൻഈം എന്ന് പറയുന്ന മല കാണാൻ കഴിയും. തൻഈം എന്ന് പറയുന്ന മല കാണാൻ കഴിയും. ആ മലയുടെ മുകളിൽ വെച്ചിട്ടാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്ക ഖുറൈശികൾ കൊന്നുകളഞ്ഞത്. അതുകൊണ്ട് വെണ്ണലയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയവരെ, ഇതുവരെ ഉംറയ്ക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിലും നിയ്യത്ത് ചെയ്യണേ. അല്ലാഹുവേ, മഹാരഥന്മാർ ഇസ്ലാമിന് വേണ്ടി പടപൊരുതിയ ആ മണ്ണ് നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ അല്ലാ. നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ അല്ലാ. ആ തൻഈമിന്റെ മലമുകളിൽ വെച്ചാട്ടാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കി കൊന്നുകളഞ്ഞത്. എന്നിട്ട് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും മുറിച്ച് മാറ്റാ തീരുമാനമെടുക്കുമ്പോ അല്ലാഹു സഹായിക്കുകയാ, അല്ലാഹു സഹായിക്കുകയാ. തേനീച്ച കൂട്ടത്തെ പടച്ച റബ്ബ് പറഞ്ഞു വിട്ടു, തേനീച്ച കൂട്ടത്തെ പടച്ച റബ്ബ് പറഞ്ഞു വിട്ടു. എന്നിട്ട് മക്ക ഖുറൈശികളെ ആട്ടി ഓടിച്ച് കളഞ്ഞു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുമല്ലോ. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് മലപ്പുറം ജില്ലയുടെ കൊടിഞ്ഞിപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഫൈസൽ ഇന്ന് സ്വർഗ്ഗത്തിനകത്ത് പച്ചപ്പറവയെ പോലെ പറക്കുന്നുണ്ട്. അല്ലാഹുവേ, നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടാ ഇവിടെ ഒരുമിച്ച് കൂടിയ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്നാമത് ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ ഈ ആധുനിക യുഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നാമത്തെ ഗുണം പറഞ്ഞു തരുന്നു. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മ ചെയ്യാൻ ഒരവസരം നിങ്ങളുടെ മുമ്പിൽ വന്നാൽ ആ നന്മയിലേക്ക് എടുത്തു ചാടുന്നവർ അവരാണ് നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുന്ന പെണ്ണുങ്ങളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. രണ്ടാമത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്ന നിനക്ക് വേണ്ട ഗുണമേതെന്നറിയോ? വയദുഊനനാ റഗബൻ വറഹബാ. ആഗ്രഹത്തോടെ
പ്രതീക്ഷയോടെ പടച്ചവനോട് ദുആ ചെയ്യണേ. എപ്പോഴും ദുആ ചെയ്താലും പടച്ചവനോട് ദുആ ചെയ്താലും ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ പടച്ചവനോട് ദുആ ചെയ്യണേ. അത് രണ്ടാമത്തെ ഗുണമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാ. എൻ്റെ പ്രിയമുള്ളവരെ, എപ്പോഴും പടച്ചവനോട് ദുആ ചെയ്താലും ആ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്തൊരു ഭയം കടന്നു വരട്ടെ. കരച്ചില് വന്നില്ല എങ്കിലും കരയുന്നത് പോലെയൊന്ന് അഭിനയിച്ച് കാണിക്കണേ. കാരണം എന്തേ? റജബിന്റെ സുന്ദരമായ രാത്രികൾ വിട പറയാൻ പോകുകയാ. ഇനി ശഅബാനിന്റെ പുണ്യമായ രാത്രികൾ കടന്നു വരാൻ പോകുകയാ. ആ ശഅബാനും കൂടി കടന്ന നമ്മൾ കാത്തിരിക്കുന്ന റമദാൻ കടന്നു വരാൻ പോകുകയാ. ആ റമദാനിൽ പശ്ചാത്താപത്തിന്റെ മാസമല്ലേ, നിസ്കാരത്തിന്റെ മാസമല്ലേ, ഖുർആൻ ഓതുന്ന മാസമല്ലേ, ഒരുപാട് അമലുകൾ കൊണ്ട് സജീവമാകേണ്ട മാസമല്ലേ. അതുകൊണ്ട് പെങ്ങളെ, നിനക്ക് വേണ്ട രണ്ടാമത്തെ ഗുണം പറഞ്ഞു തരികയാ. വയദുഊനനാ റഗബൻ വറഹബാ. ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ പടച്ചവനോട് ദുആ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാ. രണ്ടാമത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് വേണ്ട രണ്ടാമത്തെ ഗുണം വയദുഊനനാ റഗബൻ വറഹബാ. ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ പടച്ചവനോട് ദുആ ചെയ്യണം. ഒരുപാട് വിശദീകരിക്കാനുണ്ട്, സമയമില്ല. ഇനി മൂന്നാമത്തെ ഗുണത്തിലേക്ക് പോവാണ്. അവസാനത്തെ ഗുണം, നമ്മുടെ വിഷയത്തിന്റെ പരിസമാപ്തി കുറിക്കാൻ പോവാണ്. മൂന്നാമതായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാ. വകാനൂ ലനാ ഖാശിഈൻ. പടച്ച റബ്ബിനെ അല്ലാതെ ദുനിയാവിൽ നീ ആരെയും പേടിക്കാൻ പാടില്ല. അല്ലാഹുവല്ലാതെ ദുനിയാവിന്റെ നിറകയിൽ നീ മറ്റാരെയും പേടിക്കാൻ പാടില്ല. അറിയുമോ നഫീസത്തുൽ മിസ്രിയെ? അറിയുമോ പെങ്ങളെ? ആധുനിക യുഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പെങ്ങളെ, നഫീസത്തുൽ മിസ്രി ആരെന്നറിയോ? നമ്മുടെയൊക്കെ ഉമ്മാമമാരുടെ ഉപ്പാപ്പമാരുടെ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും, അല്ലാഹുവേ, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ഗർഭിണിയായാൽ ആ അന്നത്തെ ദിവസം മുതൽ നഫീസത്തുൽ മിസ്രിയ എന്ന സുന്ദരമായ മാല പാടിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഗർഭിണികളുള്ള വീടിനകത്ത് നഫീസത്തുൽ മിസ്രിയയുടെ നഫീസത്ത് മാല പാടിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മഹാന്മാരെ മറന്നുപോയപ്പോ, മഹദികളെ മറന്നുപോയപ്പോ, ഔലിയാക്കന്മാരെ കാലുകൊണ്ട് പുറങ്കാലുകൊണ്ട് പുറത്തേക്ക് ചവിട്ടിയിറന്നപ്പോ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ കുടുസാക്കി കളയുകയാ. നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ വരികയാ, നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരികയാ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചകൾ മാത്രം കൊതിച്ചുകൊണ്ട് ഈ വെണ്ണലയുടെ മണ്ണിൽ കിടന്നുറങ്ങുന്ന മഹാനുഭാവനെ മറന്നു പോകല്ലേ. സയ്യിദ് മൗലൽ ബുഖാരി എന്ന മഹാനുഭാവനെ മറന്നു പോകല്ലേ. എത്രയോ മഹാരഥന്മാർ ഈ സുന്ദരമായ പരിസരങ്ങളിൽ കിടന്നുറങ്ങുകയാ. പള്ളിപ്പടിയുടെ പരിസരത്ത് കിടന്നുറങ്ങുന്ന മഹാനുഭാവന് അല്ലാഹുവേ, അങ്ങനെ എത്രയോ മഹാരഥന്മാർ നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചകൾ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഖബറിനകത്ത് കിടന്നുറങ്ങുന്ന മഹാനുഭാവന്മാർ, അവരൊക്കെ പുറങ്കാലുകൊണ്ട് പുറത്തേക്ക് ചവിട്ടിയെറിയല്ലേ. എന്നാ നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യം മുഴുവനും നഷ്ടപ്പെടുകയാ. അറിയുമോ പെങ്ങളെ, നഫീസത്തുൽ മിസ്രിയെ അറിയുമോ? 6000 പ്രാവശ്യം ഖബറിനകത്ത് സ്വന്തമായിട്ട് ഖബർ കുഴിച്ചു. തന്റെ കൈകൊണ്ട് സ്വന്തമായിട്ട് ഖബർ കുഴിച്ചു. എന്നിട്ടാ ഖബറിനകത്ത് ഇറങ്ങിയിരുന്ന് 6000 പ്രാവശ്യം വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതിപ്പെറുപ്പ് എന്ന് ചരിത്രങ്ങൾ പറഞ്ഞു തരികയാ. കഴിഞ്ഞിട്ടുണ്ടോ പെങ്ങളെ? 6 പ്രാവശ്യം ഖുർആൻ ഓതിപ്പെറുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഓതിപ്പെറുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആധുനിക യുഗത്തിലെ പെണ്ണെ തീർന്നില്ല, പറഞ്ഞു തരട്ടെ. റാബിയത്തുൽ അദവി ആരെന്നറിയോ?
റാബിയത്തുൽ അദവിയാരെന്നറിയോ? ഇറാഖിന്റെ നിശാ ക്ലബ്ബുകളിൽ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണേ. 2017 ജീവിക്കുന്ന പെങ്ങളെ ശ്രദ്ധയോടെ കേൾക്കണേ. ഇറാഖിന്റെ നിശാ ക്ലബ്ബുകളിൽ 5 സ്റ്റാർ ഹോട്ടലുകൾ, 7 സ്റ്റാർ ഹോട്ടലുകളെന്ന് നമ്മൾ പറയുന്ന അന്നത്തെ കാലഘട്ടത്തിൽ നിശാ ക്ലബ്ബുകളെന്ന് പറഞ്ഞിരുന്ന ആ നിശാ ക്ലബിനകത്ത് കടന്നു എന്നിട്ട് അരപ്പാവാടയുടുപ്പ്, ശരീരത്തിന്റെ മാംസതളങ്ങൾ മറ്റുള്ള അന്യ പുരുഷന്മാരുടെ മുമ്പിൽ കാട്ടിയിട്ട് ഡാൻസ് കളിച്ചിരുന്ന പെണ്ണായിരുന്നു, പാട്ടുപാടിയിരുന്ന പെണ്ണായിരുന്നു. അവസാനം പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തിച്ചപ്പോ, അല്ലാഹുവിന്റെ ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ, ഏതോ ഒരു പ്രാവശ്യം വഴിയിലൂടെ നടന്നു പോകുമ്പോ റാബിയത്തുൽ അദവിയ പാതിരാത്രിയിൽ നിശാ ക്ലബ്ബിൽ തന്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ കാലഘട്ടത്തിൽ ഇതേപോലെ സൗകര്യങ്ങളുള്ള പ്രഭാഷണം ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ മൈക്ക് ഉണ്ടായിരുന്ന പ്രഭാഷണമായിരുന്നില്ല. ഏതോ ഒരു ഉസ്താദ് പള്ളിയുടെ ചാരത്ത് നിന്നിട്ട് തന്റെ മുമ്പിലേക്ക് കടന്നു വന്നവർക്ക് നസീഹത്ത് നടത്തുകയാ. ആ നസീഹത്തില് പടച്ചവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവിന്റെ ആഖിറത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ നബി റാബിയത്തുൽ അദവിയ എന്ന മഹദി അത് കാതുകൊണ്ട് കേൾക്കുകയാ. മനസ്സിനകത്ത് പരിവർത്തനം കടന്നു വരികയാ. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുകയാ, ദീനിനെ കുറിച്ച് പഠിക്കുകയാ, ആഖിറത്തെ കുറിച്ച് പഠിക്കുകയാ, പ്രവാചകന്റെ ചരിത്രങ്ങൾ പഠിക്കുകയാ, സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ പഠിക്കുകയാ. ഇറാഖിന്റെ നിശാ ക്ലബ്ബിൽ അരപ്പാവാടയുടുപ്പിട്ട് ശരീരത്തിന്റെ മാംസതളങ്ങൾ മറ്റുള്ള അന്യപുരുഷന്മാരുടെ മുമ്പിൽ കാട്ടിയിട്ട് ജീവിച്ചു പോയാ റാബിയത്തുൽ അദവിയ എന്ന പെണ്ണ് അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറന്നപ്പോ സ്വർഗത്തിന്റെ അവകാശിയായി സ്വർഗത്തിന്റെ പച്ചപ്പറവയെ പോലെ പാറിയെങ്കിൽ പെങ്ങളെ, പ്രഭാഷണം കേൾക്കുന്നതിന് വല്ല കുറവുമുണ്ടോ? ഖുർആൻ ഓതുന്നതിന് വല്ല കുറവുമുണ്ടോ? നോമ്പ് പിടിക്കുന്നതിന് വല്ല കുറവുമുണ്ടോ? നിസ്കരിക്കുന്നതിന് വല്ല കുറവുമുണ്ടോ? ഹജ്ജ് ചെയ്യുന്നതിന് വല്ല കുറവുമുണ്ടോ? ഉംറ ചെയ്യുന്നതിന് വല്ല കുറവുമുണ്ടോ? എന്നിട്ടും ആധുനിക യുഗത്തിലെ നിനക്ക് മാറാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇതുവരെ പരിവർത്തനം വന്നിട്ടില്ല. അതുകൊണ്ട് ഈ വെണ്ണലയുടെ പരിസരത്ത് സയ്യിദുൽ മൗലൽ ബുഖാരി ദഅവാ സംഘം നടത്തുന്ന സ്ത്രീ ഇസ്ലാമിലും ആധുനിക യുഗത്തിലും എന്ന ഈ വിഷയത്തിൽ ഇന്ന് പ്രഭാഷണം നടത്തിയത് നിന്റെ ജീവിതത്തിന്റെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടുന്ന പ്രഭാഷണമാകട്ടെ, നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്ന പ്രഭാഷണമാകട്ടെ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ സഹോദരിമാർക്കും നിന്റെ ദീനനുസരിച്ച് ജീവിക്കാ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. നാളെ ഫാത്തിമ ബീബിയുടെ കൈപിടിച്ച് സ്വർഗത്തിനകത്ത് ഒരുമിച്ച് കൂടാ. ഇവിടെ ഒരുമിച്ച് കൂടിയ പെങ്ങന്മാർക്ക് നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനേ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. റാബിയത്തുൽ അദവിയ എന്ന പെണ്ണ് അന്നത്തെ കാലഘട്ടം ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഇറാഖിന്റെ നിശാ ക്ലബ്ബുകളിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളെ പോലെ വലിയ ഹോട്ടലുകൾ ഇറാഖിന്റെ മണ്ണിലുണ്ടായിരുന്നു. ആ ഇറാഖിന്റെ നിശാ ക്ലബ്ബുകളിൽ അരപ്പാവാട എടുപ്പിട്ട് ശരീരത്തിന്റെ മാംസതളങ്ങളായ ഭാഗങ്ങൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ കാട്ടിയിട്ട് ഡാൻസ് കളിച്ചിരുന്ന ഒരു പെണ്ണായിരുന്നു റാബിയത്തുൽ അദവിയ. പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹാ എന്ന പദവിയിലേക്ക് പടച്ചവൻ കൊണ്ടുപോയെങ്കിൽ, ഏതോ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഏതോ ഒരു ഉസ്താദ് തന്റെ മുമ്പിലിരുന്നവർക്ക് പ്രഭാഷണം നടത്തുമ്പോ, നസീഹത്ത് നടത്തുമ്പോ, ആ നസീഹത്തിൽ അല്ലാഹുവിന്റെ ആഖിറത്തിന്റെ അദാബുകളെ കുറിച്ച് സ്വർഗത്തിന്റെ സുഖലോലുപതയെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ നിന്ന് കേട്ടുപോയി, കാതുകൊണ്ട് കേട്ടു. ഹൃദയത്തിന് പരിവർത്തനം വരാൻ തുടങ്ങി, ജീവിതത്തിൽ മാറ്റം വന്നു. അവസാനം ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിന്റെ പച്ചപ്പറവയെ പോലെ പറന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾക്ക് റാബിയത്തുൽ അദവിയ മാത്രം മതി.
റാബിയത്തുൽ മാത്രം മതി. അതിനപ്പുറം വേറൊരു ചരിത്രം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മഹതിയായ റാബിയത്തുൽ കൈപിടിച്ച് നാളെ സ്വർഗത്തിനകത്ത് ഒരുമിച്ച് കൂടുന്ന സത്യവിശ്വാസിനികളുടെ കൂട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ സഹോദരിമാരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന ദുആയോടുകൂടി നമ്മുടെ ഇന്നത്തെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കണം. കുട്ടിയുടെ 2 കിഡ്നിയും ഫെയിലായിരിക്കുക. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മജ്ലിസിൽ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ആ കുട്ടിയുടെ രോഗത്തിന് എത്രയും പെട്ടെന്ന് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഇതുപോലത്തെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടി ആരെങ്കിലും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പടച്ചവനെ ഇവിടെ വന്നിരുന്നതിന്റെ ഹക്ക് കൊണ്ട് ആ രോഗിക്ക് നീ പൂർണ്ണമായ ശിഫ കൊടുക്കണേ പടച്ചവനെ, പൂർണ്ണമായ ശിഫ കൊടുക്കണേ അല്ലാഹ്. അലാ മുഹമ്മദ് على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم اللهم صل على محمد والآل أهل البيت سلم. എല്ലാവരും ഇരുന്ന് ആമീൻ പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ നിന്നാലുള്ള കുഴപ്പം എന്തെന്നറിയോ? ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പിന്നെ ദുആ ചെയ്യാൻ തുടങ്ങും. അല്ലാഹു ഈ പഹയനൊന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ന് പിന്നെ നിങ്ങൾ ദുആ ചെയ്യും. അതിനെക്കാലം നല്ല നിങ്ങൾ ഇരുന്ന് ആത്മാർത്ഥതയോടെ ആമീൻ പറയണം. ആമീൻ പറയുമ്പോൾ ആത്മാർത്ഥത ഉണ്ടാകണം. സൂറത്ത് തക്കാസുർ ഇറങ്ങി, അൽഹാക്കുമുത് തക്കാസുർ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഈ സൂറത്ത് നിങ്ങൾ കേൾക്കുമ്പോഴോ പാരായണം ചെയ്യുമ്പോഴോ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം, നിങ്ങളൊന്ന് കരയണം. ചില സഹാബത്ത് ഓടി വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, നബിയേ എത്ര ശ്രമിച്ചിട്ടും കരയാൻ കഴിയുന്നില്ല, നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നില്ല. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് കരയാൻ കഴിഞ്ഞില്ല എങ്കിൽ കരയുന്നത് പോലെ ഒന്ന് പടച്ചവനോട് അഭിനയിച്ച് കാണിച്ചാലും മതി. ഒന്ന് കരയുന്നത് പോലെ അഭിനയിച്ചാലും മതി, പടച്ചവൻ അതങ്ങ് സ്വീകരിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് കരച്ചിൽ വന്നില്ല എങ്കിലും ഒന്ന് കരയുന്നത് പോലെ അഭിനയിച്ചെങ്കിലും കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് നിഷ്കളങ്കതയോടെ ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ ഇരുന്നു കൊണ്ട് ആമീൻ പറയുക. അള്ളാഹു നമ്മുടെ ദുആയും ആമീനൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, കടങ്ങളുണ്ട്. അത് മുഴുവനും നമ്മുടെ മനസ്സിനകത്ത് കൊണ്ടുവരിക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ട് ഖബറിനകത്ത് നമ്മുടെ ദുആയ്ക്ക് വേണ്ടി, നമ്മുടെ ആമീനിന് വേണ്ടി, നമ്മുടെ സ്വതക്കയ്ക്ക് വേണ്ടി കൊതിച്ചുകൊണ്ട് ഖബറിനകത്ത് കഴിയുകയാണ്. അവരെയൊക്കെ നമ്മുടെ മനസ്സിനകത്ത് കൊണ്ട് പടച്ചവനോട് ആമീൻ പറയുക. അല്ലാഹു നമ്മുടെ ദുആയും ആമീനൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വേറൊന്നുമില്ലല്ലോ, എന്തെങ്കിലുണ്ടോ? നമ്മുടെ ഈ പരിപാടിയുടെ ജോയിന്റ് സെക്രട്ടറി അല്ലേ, നമ്മുടെ ഈ പരിപാടിയുടെ ജോയിന്റ് സെക്രട്ടറി ആയ പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിന്റെ 9 മാസമുള്ള മകന് എന്തോ അസുഖമുണ്ട്, എന്തോ ബുദ്ധിമുട്ടുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് ആ പൊന്നുമോന്റെ രോഗത്തിന് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യം പടച്ചവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ചതിന് പകരം അല്ലാഹു ആ പൊന്നുമോന്റെ രോഗത്തിന് പൂർണ്ണ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥതയോട് ആമീൻ പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. അർഹമുർ റഹീമായ അല്ലാഹുവേ, കൃപയുള്ള തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ പടച്ചവനെ
നിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയത്, കാതുകൾ കൊണ്ട് കേട്ടത്, നാവ് കൊണ്ട് സംസാരിച്ചത്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത്, കൈകൾ കൊണ്ട് പിടിച്ചത്, കാലുകൾ കൊണ്ട് നടന്നു പോയത് പാപങ്ങളിലേക്കാണ് അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരം മുഴുവനും പാപങ്ങളാൽ നിറഞ്ഞുപോയി അല്ലാ. എന്നാലും നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ അല്ലാ, നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ അല്ലാ. അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്തിന്റെ വിശാലതയ്ക്ക് മുന്നിൽ ഞങ്ങളുടെ പാപങ്ങളൊന്നും ഒന്നുമല്ലല്ലോ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നാൽ എന്തിനാ പുറത്തു കൊടുത്തതെന്ന് ചോദിക്കാം നിന്നോട് ആരുമില്ലല്ലോ അല്ലാ. നീ ഗഫൂറാണല്ലോ അല്ലാ, നീ റഹീമാണല്ലോ അല്ലാ, നീ സബ്ബാറാണല്ലോ അല്ലാ, നീ ഗഫാറാണല്ലോ അല്ലാ, നീ വല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനാണല്ലോ അല്ലാ. അല്ലാഹുവേ, ഈ പാതിരാത്രിയിൽ പാപങ്ങൾ കൊണ്ട് നിറഞ്ഞുപോയ ശരീരത്തിന്റെ കരങ്ങൾ ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് നിവർത്തിയല്ലാ. നീ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോട്, ആഗ്രഹത്തോട് അല്ലാഹുവേ, ഞങ്ങളുടെ കരങ്ങൾ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ നിവർത്തി പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത പാപങ്ങളുടെ കാരണങ്ങളാൽ ഞങ്ങൾ ചോദിക്കുന്നതൊന്നും നീ തരാതിരിക്കല്ലേ പടച്ചവനെ. എങ്കിലും ഞങ്ങൾ നട്ടവാളികളാകുമല്ല, എങ്കിലും ഞങ്ങൾ പരാജിതരാകും പടച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഇനിയുള്ള ജീവിതം പാപരഹിതമായി നിന്നെ അറിഞ്ഞ്, നിന്നെ പേടിച്ച്, നിനക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹുവേ, ഈ പാപികളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് സഹോദരന്മാര്, സഹോദരിമാര്, മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടുപോയ കുടുംബക്കാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടുപോയ ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടുപോയ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ, ഒരുപാട് സംഭാവനകൾ ഈ പരിശുദ്ധമായ മജ്ലിസിലേക്ക് തന്നവരുണ്ട് അല്ലാ. ഇനി തരാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് പടച്ചവനെ. അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബറുകൾ ലോകത്തിന്റെ ഏതു ഭാഗത്തായിരുന്നാലും ആ ഖബറുകളുടെ ചലനങ്ങളും ആ ഖബറുകളുടെ അവസ്ഥകളും അറിയുന്നവൻ നീയാണല്ലോ അല്ലാ, നീയാണല്ലോ അല്ലാ. അല്ലാഹുവേ, അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗീയാരാമമാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന പലരുടെയും മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊന്ന് വിഷമിക്കുമ്പോ, ഞങ്ങളൊന്ന് സങ്കടപ്പെടുമ്പോ ഞങ്ങളുടെ ചാരത്ത് വന്നിരുന്നിട്ട് പൊന്നുമോനെ കരയില്ലടാ, പൊന്നുമോളെ കരയല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, അല്ലാഹുവേ, ഞങ്ങൾ പട്ടിണി കിടന്നപ്പോ അവരുടെ ആഹാരം ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നിട്ട് അവര് ഞങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടന്നവരാണ് അല്ലാ, പട്ടിണി കിടന്നവരാണ് അല്ലാ. അതിനു പകരമായി ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല അല്ലാ, അതിനു പകരമായി ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല അല്ലാ. അല്ലാഹുവേ, ഏതോ പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടന്നിട്ട് അവര് ഞങ്ങളുടെ ദുആയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ആമീനിന് വേണ്ടി, ഞങ്ങളുടെ സ്വതക്കയ്ക്ക് വേണ്ടി കൊതിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ. അല്ലാഹുവേ, ഈ പാതിരാത്രിയിൽ
വെണ്ണലയുടെ പരിസരപ്പിരുന്നിട്ട് ഞങ്ങൾ ചെയ്യുന്ന ദുആ, ഞങ്ങൾ പറയുന്ന ആമീൻ, ഞങ്ങൾ കൊടുത്ത സ്വതക്ക, അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിന്റെ വെളിച്ചമായി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഖബറിന്റെ നേരം പോക്കായി എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഖബറിന്റെ പ്രകാശമായി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഖബറിന്റെ കൂട്ടുകാരനായി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കും ഞങ്ങൾക്കും നിന്റെ പരിശുദ്ധമായ സ്വർഗം നീ നിർബന്ധമാക്കണേ അല്ലാ. നരകം നീ ഹറാമാക്കണേ അല്ലാ. നരകം നീ ഹറാമാക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ അല്ലാഹുവേ മാതാപിതാക്കളുടെ രോഗങ്ങൾ മാറാൻ, മക്കളുടെ രോഗങ്ങൾ മാറാൻ, ഭാര്യയുടെ ഭർത്താവിന്റെ രോഗങ്ങൾ മാറാൻ, ബന്ധുമിത്രാദികളുടെ രോഗങ്ങൾ മാറാൻ അല്ലാഹുവേ ഒരുപാട് സംഭാവനകൾ ഈ പരിശുദ്ധമായ മജ്ലിസിലേക്ക് തന്നവരുണ്ട് അല്ലാ. ഇനി പരാനുദ്ദേശിക്കുന്നവരുണ്ട് പടച്ചവനെ. അല്ലാഹുവേ രോഗങ്ങൾ തരുന്നവൻ നീയാണല്ലോ അല്ലാ. ആ രോഗങ്ങളുടെ ശിഫാവും നിന്റെ പക്കലാണല്ലോ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾക്കും രോഗികൾക്കും നീ പൂർണ്ണമായ ശിഫ തരണേ അല്ലാ. പൂർണ്ണമായ ശിഫ തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ പൊന്നുമക്കൾക്കും ഞങ്ങളുടെ കുടുംബക്കാർക്കും മാരകമായ രോഗങ്ങൾ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. നിന്റെ പരീക്ഷണം താങ്ങാൻ ഞങ്ങൾ അമ്പിയാക്കളല്ല അല്ലാ, ഞങ്ങൾ ഔലിയാക്കളല്ല അല്ലാ, ഞങ്ങൾ സ്വഹാബാക്കളല്ല അല്ലാ, ഞങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ് പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ പൊന്നുമക്കൾക്കും ഞങ്ങളുടെ കുടുംബക്കാർക്കും രോഗങ്ങൾ തന്നിട്ട് നീ ഞങ്ങളെ തളർത്തല്ലേ അല്ലാ. നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കൾ രോഗികളായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഉമ്മ എൻ്റെ കൈ വേദനിക്കുന്നു, ഉമ്മ എൻ്റെ കാല് വേദനിക്കുന്നു, ഉപ്പ എൻ്റെ ശരീരം വേദനിക്കുന്നു ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പൊന്നുമക്കള് ഞങ്ങളുടെ മുമ്പിൽ കണ്ണീരോടെ നിൽക്കുന്നത് കാണാൻ അല്ലാഹുവേ ഞങ്ങളെ കൊണ്ട് സഹിക്കൂല പടച്ചവനെ. ഞങ്ങളെ കൊണ്ട് സഹിക്കൂല പടച്ചവനെ. അവരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ലാ. അവരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തോളണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തോളണേ അല്ലാ. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഹിദായത്തും ഈമാനും നീ കാമിലാക്കണേ അല്ലാ. നീ കാമിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ ഖബറിലേക്ക് പിടിമണ്ണ് വാരിയിടുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. അവസ്ഥ തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ കണ്ടിട്ട് ഞങ്ങൾക്ക് കൊതി തീർന്നിട്ടില്ല അല്ലാ. അവർക്ക് ചുടുചുംബനം കൊടുത്തിട്ട് ഞങ്ങൾക്ക് മതി വന്നിട്ടില്ല പടച്ചവനെ. അവരെ സ്നേഹിച്ചിട്ട് ഞങ്ങൾക്ക് കൊതി തീരുന്നില്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പൊന്നുമക്കളെ നീ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പെടുന്നനയുള്ള മരണത്തെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പെടുന്നനെ മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ പൊന്നുമക്കളെ നീ എപ്പീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ എപ്പീമീങ്ങളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ പൊന്നുമക്കൾക്കും ദീർഘായുസ്സും ആരോഗ്യവും ഹിദായത്തും ഈമാനും നീ കാമിലാക്കണേ അല്ലാ. നീ കാമിലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളും ഞങ്ങളുടെ പൊന്നുമക്കളും ഞങ്ങളുടെ കുടുംബക്കാരും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണല്ലാ.
ദിനംപ്രതി വാഹനാപകടങ്ങൾ പെരുകുന്നുണ്ട് പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ വാഹനങ്ങൾക്കും നീ കാവലാകണേ അല്ലാ, നീ കാവലാകണേ അല്ലാ, നീ കാവലാകണേ അല്ലാ. ചീറിപ്പാഞ്ഞു വരുന്ന വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു മരിക്കുന്ന മരണത്തെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഖബറിനകത്ത് കൊണ്ട് വെക്കുന്ന മരണത്തെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, അനാഥമായ മയ്യപ്പായി മോർച്ചറിക്കകത്ത് കിടക്കുന്ന മരണത്തെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സക്കറാത്തിന്റെ അവസ്ഥയിൽ ഞങ്ങളുടെ പൊന്നുമക്കളും ഞങ്ങളുടെ കുടുംബക്കാരും ഞങ്ങളെ സ്നേഹിക്കുന്നവരും വളഞ്ഞു നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തരുമ്പോ അത് ഏറ്റുപറഞ്ഞ് സന്തോഷത്തോടെ സ്വർഗം കണ്ട് പുഞ്ചിരിയോടെ മരണപ്പെടാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ അന്ത്യം നീ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ അന്ത്യമെങ്ങാനും മോശമായി പോയാൽ പിന്നെ ഞങ്ങൾ നട്ടവാളികളാകും പടച്ചവനെ. പിന്നെ ഞങ്ങളുടെ അമലുകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലല്ലോ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ പടച്ചവനെ, ഞങ്ങളുടെ അന്ത്യം നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ അന്ത്യം നന്നാകാൻ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു കാരണമാകണേ അല്ലാ. ഞങ്ങൾ കൊടുക്കുന്ന സ്വതക്കകൾ ഒരു കാരണമാകണേ പടച്ചവനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ പടച്ചവനെ, നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഒരുപാട് ആഗ്രഹങ്ങൾ ഈ പാതിരാത്രിയിൽ നിന്റെ മുമ്പിലേക്ക് നിവർത്താനുണ്ട് അല്ലാഹുവേ. ഞങ്ങളുടെ ഹൃത്തടം അറിയുന്നവൻ നീയാണല്ലോ അല്ലാ, ഞങ്ങളുടെ ഹൃത്തടം അറിയുന്നവൻ നീയാണല്ലോ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിന്റെ ഹലാലായ ആഗ്രഹങ്ങൾ നീ സാധിപ്പിക്കണേ അല്ലാ, നീ സാധിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് തരണേ അല്ലാ, ദീർഘായുസ് തരണേ അല്ലാ. ആരോഗ്യം പ്രദാനം ചെയ്യണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ അവരെ വളർത്തിയതിന് പകരം ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ദുആ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ ആമീൻ നീ സ്വീകരിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. അവരുടെ പൊരുത്തത്തിലായി ജീവിക്കാൻ, അവരുടെ പൊരുത്തത്തോടെ മരിക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ പടച്ചവനെ. അല്ലാഹുവേ, നിങ്ങളുടെ മനസ്സിനകത്ത് അടങ്ങാത്ത വല്ലാത്തൊരു ആഗ്രഹമുണ്ട് അല്ലാഹുവേ. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ, ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം തരണേ പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ റൗളയുടെ മുമ്പിരിക്കണേ പടച്ചവനെ. അതുപോലെ റഹ്മാനെ, ഈ വിനീതനും കൂടെ വന്നവർക്കും ആഹാരം തന്ന വീട്ടുകാരെ നീ സ്വീകരിക്കണേ പടച്ചവനെ. അവർക്ക് നിന്റെ സ്വർഗത്തിന്റെ അന്നപാനീയങ്ങൾ കൊടുക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, ഞങ്ങളെ അതിഥികളെ സ്വീകരിച്ചതുപോലെ നീ അവരെ നിന്റെ സ്വർഗത്തിന്റെ അതിഥികളായി സ്വീകരിക്കണേ പടച്ചവനെ. ആ സഹോദരന്റെ ജോലിയിൽ നീ ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാ. ആ സഹോദരന്റെ ഭാര്യ സന്താനങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഹാരം പാകം ചെയ്ത് തന്ന സഹോദരിമാരെ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണേ പടച്ചവനെ. അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ. അതുപോലെ ഈ പരിപാടിക്ക് സൗണ്ടും വെളിച്ചവും തരുന്ന സഹോദരന്മാരെ സ്വീകരിക്കണേ അല്ലാ. അവര് അപകട മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് പടച്ചവനെ, അവര് അപകട മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് പടച്ചവനെ. ഒരപകടവും നീ കൊടുക്കല്ലേ അല്ലാഹുവേ, ഒരപകടവും നീ കൊടുക്കല്ലേ പടച്ചവനെ, ഒരപകടവും നീ കൊടുക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, സ്വീകരിക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. ദുആ ചെയ്യുന്നവൻ പാപിയായി പോയതിന്റെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാര്, ഉപ്പമാര്, ഉമ്മമാർ, സഹോദരന്മാര്, സഹോദരിമാര്, ചെറുപ്പക്കാർ, അല്ലാഹുവേ,
നിഷ്കളങ്കതയോട് ആമീൻ പറയുന്ന പിഞ്ചുമക്കൾ, ഇവരുടെ ആരുടെയും ആമീനിനെ നീ തള്ളല്ലേ അല്ലാഹുവേ. ഇവരുടെ ആരുടെയും ആമീനിനെ നീ തള്ളല്ലേ അല്ലാഹുവേ. ഇവരുടെ ആരുടെയും ആമീനിനെ നീ തള്ളല്ലേ പടച്ചവനെ. നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ പടച്ചവനെ അല്ലാഹുവേ. അതുപോലെ ഈ പരിപാടിക്ക് 2 ദിവസവും ഇവിടെ വന്നവർക്ക് ക്ഷീണം വരാതെ ആശ്വാസത്തോടെ അല്ലാഹുവേ നല്ല ഊർജവത്തോടെ ഈ സുന്ദരമായ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ ചായ കൊടുത്തവർ, കാപ്പി കൊടുത്തവർ അല്ലാഹുവേ, അവരെയൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാവിധ നന്മകളും നീ അവർക്ക് കൊടുക്കണേ അല്ലാഹുവേ. എല്ലാവിധ നന്മകളും നീ കൊടുക്കണേ പടച്ചവനെ. നിന്റെ സഹായത്തിന്റെ കവാടങ്ങൾ നീ അവരുടെ മുമ്പിൽ തുറന്നിടണേ അല്ലാഹുവേ. അല്ലാഹുവേ, ലോകം മുഴുവനും വല്ലാത്ത വരൾച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പടച്ചവനെ. അല്ലാഹുവേ, വെള്ളം കിട്ടാതെ കന്നുകാലികൾ ചത്തൊടുങ്ങുന്നു പടച്ചവനെ. വെള്ളം കിട്ടാതെ സസ്യലതാദികൾ അല്ലാഹുവേ കരിഞ്ഞുണങ്ങുന്നു പടച്ചവനെ. വെള്ളം കിട്ടാതെ നിന്റെ അടിമകൾ നെട്ടോട്ടമോടുന്നു പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ ആകാശ ലോകത്തിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് നീ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മഴ തരണേ പടച്ചവനെ. എത്രയും പെട്ടെന്ന് മഴ തരണേ അല്ലാഹുവേ. എത്രയും പെട്ടെന്ന് നീ മഴ തരണേ പടച്ചവനെ. അതിന് ഈ ഒരുമിച്ച് കൂടലൊരു കാരണമാകണേ അല്ലാ. അതിന് ഈ ഒരുമിച്ച് കൂടലൊരു കാരണമാകണേ അല്ലാ. ഞങ്ങളുടെ ദുആ അതിനൊരു കാരണമാകണേ അല്ലാ. ഞങ്ങളുടെ ആമീൻ അതിനൊരു കാരണമാകണേ അല്ലാ. ഞങ്ങളുടെ സ്വതക്കകൾ അതിനൊരു കാരണമാകണേ പടച്ചവനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ, നീ തരുമെന്ന പ്രതീക്ഷയോടെ നിന്റെ മുമ്പിലേക്ക് നീട്ടിയ കരങ്ങൾ ഈ പാപികളായ ഞങ്ങൾ പിൻവലിക്കട്ടെ പടച്ചവനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഹഖി സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد والآل أهل البيت سلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും ഈ വിനീതന് വേണ്ടി ദുആ ചെയ്യണമെന്ന അഭ്യർത്ഥനയോട് കൂടി വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.